സോ എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു ഏണസ്റ്റ് അക്കാഡമി. നമ്മൾ ഇന്നത്തെ ഒരു സെഷനിൽ വെബിനാറിൽ നമ്മൾ പ്രധാനമായിട്ടും നമ്മൾ എല്ലാവരും കാത്തിരുന്ന നമ്മളുടെ ഒരു നോട്ടിഫിക്കേഷൻ എത്തിക്കഴിഞ്ഞു. അതായത് ട്രേഡ്സ്മാൻ വെൽഡിംഗ് അല്ലേ. അപ്പൊ നമ്മളുടെ PSC പ്രൊഫൈലിൽ നമുക്ക് ഇത് അപ്ലൈ ചെയ്യാനുള്ള സമയമുണ്ട്, അല്ലെങ്കിൽ നമ്മൾ അപ്ലൈ ചെയ്യാനുള്ള ഓപ്ഷൻസ് വന്നിട്ടുണ്ട്. അപ്പൊ എല്ലാവരും പെട്ടെന്ന് തന്നെ നമ്മളുടെ ആ ഒരു തസ്തികയിലേക്കുള്ള ട്രേഡ്സ്മാൻ വെൽഡിങ്ങിലേക്കുള്ള ആപ്ലിക്കേഷൻസ് കൊടുക്കുക, അല്ലെങ്കിൽ അത് ഇൻസ്ട്രക്ഷൻസ് ഉണ്ടാകും, അല്ലെങ്കിൽ ആപ്ലിക്കേഷൻസ് കൃത്യമായിട്ട് അത് അപ്ലൈ ചെയ്യുക. സോ കാറ്റഗറി നമ്പർ 136, കാറ്റഗറി നമ്പർ ശ്രദ്ധിക്കാം, 136/2024 ട്രേഡ്സ്മാൻ വെൽഡിംഗ് എന്ന് പറയുന്ന തസ്തികയാണ്. വെൽഡിംഗ് എന്ന് പറയുന്ന തസ്തികയാണ്. സോ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു തസ്തിക തന്നെയാണ് ട്രേഡ്സ്മാൻ വെൽഡിംഗ് എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് ടീച്ചിങ് താല്പര്യമുള്ളവർക്കൊക്കെ വളരെയധികം ഇൻട്രസ്റ്റഡ് ആയിട്ട് അല്ലെങ്കിൽ വളരെയധികം എൻജോയ് ചെയ്ത് ചെയ്യാൻ പറ്റുന്ന ഒരു തസ്തിക തന്നെയാണ് ട്രേഡ്സ്മാൻ വെൽഡിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇന്നത്തെ വെബിനാർ സെഷനിലേക്ക്, അതായത് നമ്മുടെ ട്രേഡ്സ്മാൻ വെൽഡിംഗ് എന്ന് പറയുന്ന ഒരു എക്സാം പോയിന്റ് ഓഫ് വ്യൂ നമുക്ക് കാര്യങ്ങൾ എന്തൊക്കെ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. സോ അതെങ്ങനെ നമുക്ക് നമ്മളുടെ ആ ഒരു നമ്മളുടെ സിലബസ് എങ്ങനെയാണ്, സോ നമ്മളുടെ പ്രീവിയസ് ഇയർ എക്സാം പോയിന്റ് ഓഫ് വ്യൂ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ് ഇന്നത്തെ ഒരു വെബിനാറിലൂടെ നമ്മൾ പ്രധാനമായിട്ടും നോക്കുന്നത്. ഓക്കെ, അപ്പോൾ ട്രേഡ്സ്മാൻ വെൽഡിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ ഏത് ഡിപ്പാർട്ട്മെന്റ് ആണ്? അത് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് ആണ്. സോ ഡിപ്പാർട്ട്മെന്റ്, അതായത് ഡയറക്റ്റ് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിലേക്കാണ് ട്രേഡ്സ്മാൻ വെൽഡിംഗ് എന്ന് പറയുന്ന തസ്തിക വിളിച്ചിരിക്കുന്നത് എന്നുള്ളത് നമുക്കറിയാം അല്ലെ. സോ ഇന്നത്തെ ഒരു സെഷനിൽ വെബിനാറിൽ പ്രധാനമായിട്ടും അതിന്റെ ഒരു ഇൻട്രൊഡക്ഷൻസ്, ദെൻ അതുപോലെ തന്നെ സിലബസ് അനാലിസിസ് ഉണ്ട്, ദെൻ സ്റ്റഡി പ്ലാൻ, അതുപോലെ തന്നെ റെഫറൻസ് ബുക്കുകളാണ് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുള്ളത്. റെഫറൻസ് ബുക്കുകൾ കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. സോ എങ്ങനെ നമുക്കിത് പ്രിപ്പയർ ചെയ്യാം എന്നുള്ളതാണ്, ഹൗ ടു പ്രിപ്പയർ എന്നുള്ളതാണ്. അതായത് വെൽഡർ എന്ന് പറയുന്ന നമ്മുടെ എക്സാം അല്ലെ, ഇത്തരത്തിൽ ട്രേഡ്സ്മാൻ വെൽഡർ എന്ന് പറയുന്ന എക്സാമിലേക്ക് എങ്ങനെ നമുക്ക് പ്രിപ്പയർ ചെയ്യാം, എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട സിലബസ് ടോപ്പിക്കുകൾ വരുന്നുണ്ടാവുക, അല്ലെങ്കിൽ ആ ഓരോ സിലബസിന്റെയും പ്രധാനപ്പെട്ട വെയിറ്റേജ് മാർക്ക് ഏതൊക്കെ രീതിയിൽ മാർക്ക് അവിടെ വരുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഓരോ മൊഡ്യൂളുകളായിട്ടായിരിക്കും തിരിച്ചിട്ടുണ്ടാവുക. ഓരോ മൊഡ്യൂളുകളിലും എത്ര മാർക്ക് വീതം ഉണ്ട് എന്നുള്ളത് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാം. ഓക്കെ, അപ്പൊ അത്തരത്തിൽ നമുക്ക് ആ ഒരു എക്സാമിന് എങ്ങനെ പ്രിപ്പയർ ചെയ്യാം എന്നുള്ളത് നമുക്ക് നോക്കാം. അതോടൊപ്പം തന്നെ നമ്മുടെ ജോബ് പ്രൊഫൈൽ അല്ലെ, നമ്മുടെ ജോബ് പ്രൊഫൈൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ട്രേഡ്സ്മാൻ ആണ്. അതായത് നമ്മുടെ ലാബില് കുട്ടികളുണ്ടാകും. സോ കുട്ടികളെ ഇൻസ്ട്രക്ട് ചെയ്യുക, അല്ലെങ്കിൽ വേണ്ടുന്ന രീതിയിൽ അവരെ ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ജോബ് പ്രൊഫൈൽ എന്ന് പറയുന്നത്. അപ്പോൾ ഏകദേശം നമുക്കറിയാം ഒരു ടീച്ചിങ് ലൈനിലാണ് നമ്മളുടെ ഒരു ജോബ് എന്ന് പറയുന്നത്. അപ്പോൾ കോളേജുകളിൽ അല്ലെങ്കിൽ അത്തരത്തിൽ പോളിടെക്നിക്കലിലെ കോളേജുകളിലൊക്കെയാണ് ട്രേഡ്സ്മാൻ തസ്തിക ഉള്ളത്. അപ്പോൾ ആ തസ്തികകളിലേക്കാണ് ഇപ്പോൾ നിലവിൽ നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ളത്. ഓക്കെ, സോ അതാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ടുള്ളത്. ഒന്നാമത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ട്രേഡ്സ്മാൻ നോട്ടിഫിക്കേഷൻ ആണ്. അത് ഗസറ്റ് ഡേറ്റ് വന്നിട്ടുണ്ട് 15/6/2024. നമ്മൾ ഓൾറെഡി നമ്മുടെ ആക്റ്റീവായിട്ട് നമ്മുടെ പ്രൊഫൈലിൽ ഉള്ളതാണ്. സോ അത് കാറ്റഗറി നമ്പർ നോക്കുക, 136/2024 കാറ്റഗറി നമ്പറിൽ നിലവിൽ ആക്റ്റീവ് ആയിട്ടുള്ള പ്രൊഫൈൽ എല്ലാവരുടെയും പ്രൊഫൈലിൽ ആക്റ്റീവ് ആയിരിക്കും. സോ അത് ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് 17/7/2024 ലാസ്റ്റ് ഡേറ്റ് എന്ന് പറഞ്ഞാൽ 17/7/2024 അല്ലെ. അപ്പോ 7-ാം മാസം വരെ കാത്തു നിൽക്കൊന്നും വേണ്ട, പെട്ടെന്ന് തന്നെ എല്ലാവർക്കും അപ്ലൈ ചെയ്യാവുന്നതേ ഉള്ളൂ. ഓക്കെ, ഡിപ്പാർട്ട്മെന്റ് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് ആണ്. ട്രേഡ്സ്മാൻ വെൽഡിംഗ് എന്നാണ് തസ്തികയുടെ പേര്. ദെൻ സ്കെയിൽ ഓഫ് പേ നോക്കി 26,500 മുതൽ 60,700 വരെയാണ് അതിന്റെ സ്കെയിൽ ഓഫ് പേ എന്ന് പറയുന്നത്. നമ്പർ ഓഫ് വേക്കൻസി നിലവിലുള്ളത് എത്രയാണ്? 16 വേക്കൻസി ആണ് അല്ലെ. ഇപ്പോ സ്റ്റേറ്റ് വൈഡ് ആയതിനു ശേഷം ആദ്യമായിട്ട് നടക്കുന്ന എക്സാം ആണ്. 16 വേക്കൻസി സ്റ്റേറ്റ് വൈഡ് ആയിട്ടുണ്ട്. അപ്പോൾ അത് ചെറിയൊരു സംഖ്യയല്ല. അപ്പോൾ 16 വേക്കൻസി നിലവിലുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. സോ അതുകൊണ്ട് തന്നെ അതിന്റെ മോഡ് ഓഫ് അപ്പോയിന്റ്മെന്റ് എന്ന് പറഞ്ഞാൽ ഡയറക്ട് റിക്രൂട്ട്മെന്റ് ആണ്, സംശയമൊന്നും വേണ്ട. അതോ ഏജ് ലിമിറ്റ് എന്ന് പറഞ്ഞാൽ 18-നും 36-നും ഇടയിലുള്ള ജനറൽ കാറ്റഗറി 18 മുതൽ 36 വരെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. സോ ക്വാളിഫിക്കേഷനിലേക്ക് വരുമ്പോൾ അവിടെ യാതൊരുവിധ സംശയവും വേണ്ട, ബിടെക്കാർക്കൊക്കെ അപ്ലൈ ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പൊ നിലവിൽ അവര് പറയുന്നുണ്ട്. സോ THSLC അതുപോലെ തന്നെ എന്താണ് 10th ലെവൽ പ്ലസ് KGCA അപ്ലൈ ചെയ്യാൻ പറ്റും. BHSC വെൽഡർ അത് അപ്ലൈ ചെയ്യാവുന്നതേ ഉള്ളൂ. NPC വെൽഡർ ഡിപ്ലോമ ഇൻ ടൂൾ ആൻഡ് ഡൈ എഞ്ചിനീയറിംഗ്, ദെൻ ITC 8 ക്വാളിഫിക്കേഷൻ അതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതേ ഈ ഒരു പോകാവുന്നതേ ഉള്ളൂ. അപ്പോൾ ബിടെക് ഉണ്ടെന്നുണ്ടെങ്കിൽ ബിടെക് മെക്കാനിക്കൽ വെച്ച് നമുക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും. അതല്ല ഡിപ്ലോമ ആണെന്നുണ്ടെങ്കിൽ പോളിടെക്നിക് ഡിപ്ലോമ ഇൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, അല്ലെങ്കിൽ ടൂൾ ആൻഡ് ഡൈ ഉണ്ടെന്നുണ്ടെങ്കിൽ ടൂൾ ആൻഡ് ഡൈ നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. അതല്ല ITI അല്ലെ, ഇത്തരത്തിൽ ITI ITC ആണെന്നുണ്ടെങ്കിൽ അങ്ങനെയും നമുക്ക് അപ്ലൈ ചെയ്യാം. ഓക്കെ, അപ്പോൾ അത്തരത്തിൽ ക്വാളിഫിക്കേഷനകത്ത് സംശയമൊന്നും വേണ്ട, അവർ കൃത്യമായിട്ട് നമ്മുടെ PSC കൊടുത്തിട്ടുണ്ട്. സോ അതനുസരിച്ച് നമുക്ക് അപ്ലൈ ചെയ്യാം. അപ്പൊ എല്ലാവരും 17-ാം തീയതിക്കുള്ളിൽ, അതായത്
അതായത് എത്രയും പെട്ടെന്ന് തന്നെ എല്ലാവരും അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. സോ എല്ലാവരും തന്നെ കഴിയുമെങ്കിൽ ഇന്ന് തന്നെ അല്ലെങ്കിൽ നാളെ കൊണ്ട് തന്നെ എല്ലാവരും അപ്ലൈ ചെയ്യാവുന്നതേ ഉള്ളൂ, അല്ലെങ്കിൽ അപ്ലൈ ചെയ്യണം എന്നുള്ളതാണ് നമുക്ക് പറയാൻ പറ്റുന്നത്. എല്ലാവരും ചെയ്യുക. ഓക്കെ, ദെൻ നെക്സ്റ്റ് നമുക്ക് മനസ്സിലാക്കേണ്ടത്, അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കേണ്ടത് എന്താണ് നമ്മൾക്ക് പഠിക്കേണ്ടത്. ഓക്കെ, ആ ഒരു സിലബസ് എന്താണ്. അപ്പോൾ ആ ഒരു എക്സാം പോയിന്റ് ഓഫ് വ്യൂ നമുക്ക് എന്തൊക്കെ നമുക്ക് വെൽഡർ എക്സാം അല്ലെങ്കിൽ വെൽഡർ എന്ന് പറഞ്ഞ തസ്തികയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ വെൽഡർ എന്ന് പറഞ്ഞ ട്രേഡുമായി ബന്ധപ്പെട്ട് എന്തൊക്കെയുള്ളത് എന്നുള്ളതാണ് നമുക്ക് റീസെന്റ് ആയിട്ട് നടന്ന ഒരു എക്സാമിന്റെ ഒരു റെഫറൻസ് ആയിട്ടുള്ള സിലബസ് ആണുള്ളത്. സോ അതും ഇത്തരത്തിൽ ട്രേഡ്സ്മാൻ വെൽഡിംഗ് തന്നെയായിരുന്നു. അപ്പൊ ആ ഒരു പർട്ടിക്കുലർ എക്സാമിന് നമ്മുടെ PSC കൊടുത്തിട്ടുള്ള അല്ലെങ്കിൽ PSC പറഞ്ഞിരിക്കുന്ന സിലബസ് എന്താണോ അത് തന്നെയാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. അപ്പം ഏകദേശം ഇത് തന്നെ ആവാം നമ്മളുടെ വരുന്ന എക്സാമിന്റെ സിലബസ് എന്ന് പറയുന്നതും. ഓക്കെ, അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു സിലബസിലേക്ക് പോകുന്ന സമയത്ത് പ്രധാനമായിട്ടും നമുക്ക് മനസ്സിലാക്കാം 10 മൊഡ്യൂളുകളായിട്ടാണ് ഇവിടെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത് അല്ലെ. 10 മൊഡ്യൂളുകളായിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. അതിന്റെ ഒന്നാമത്തെ മൊഡ്യൂൾ നോക്കി ഹാൻഡ് ടൂൾസ് എന്ന് പറയുന്ന ഒരു മൊഡ്യൂളാണ് അല്ലെ. സോ വളരെ ചെറിയ മൊഡ്യൂളുകളാണ്, വളരെ ഈസി ആയിട്ട്. അതായത് നമുക്കറിയാം വെൽഡിംഗ് എന്ന് പറയുന്ന ട്രേഡ് 1 വർഷത്തെ ട്രേഡ് ആണ് അല്ലെ. 1 ഇയർ ട്രേഡ് ആണ് വെൽഡിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ 1 വർഷത്തെ ട്രേഡ് എന്ന് പറയുമ്പോൾ നമുക്ക് എന്താണ് 2 സെമസ്റ്റർ ആയിട്ടായിരിക്കും. 2 സെമസ്റ്ററും കൂടി നമുക്ക് എന്താണ് വളരെ 2 ചെറിയ ബുക്കുകളെ നമുക്ക് കൃത്യമായിട്ട് പഠിക്കാനുള്ളൂ. സോ അതിനുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് നമുക്ക് പഠിക്കാം. സോ ആ പഠിച്ചുകൊണ്ട് നമുക്ക് എന്താണ് നമ്മളുടെ എക്സാമിൽ ഉയർന്ന റാങ്കുകൾ നേടാൻ നമുക്ക് ഈസി ആയിട്ട് ജോലിയിൽ കയറാൻ സാധിക്കും. സോ ആ ഒരു കോൺഫിഡൻസോട് കൂടി വേണം നമ്മൾ ഈ ഒരു എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ. ഓക്കെ, അപ്പൊ നമുക്ക് ഏതൊരു കാര്യവും നമ്മൾ പഠിക്കും അല്ലെങ്കിൽ ഏതൊരു കാര്യം നമ്മൾ ഗൈഡ് ചെയ്യാൻ നമ്മൾ എന്താണ് കുറച്ച് പേരുണ്ടാകും. അപ്പോൾ അത്തരത്തിൽ നമ്മൾ കൃത്യമായിട്ട് ഗൈഡ് ചെയ്യുന്നുണ്ടാകും. അപ്പോൾ വേണ്ടുന്ന രീതിയിൽ നമ്മൾ ഗൈഡ് ചെയ്യുന്നുണ്ടാകും. കൃത്യമായിട്ട് ഫോളോ ചെയ്തുകൊണ്ട് നമുക്ക് എന്താണ് ഉയർന്ന റാങ്കുകളിലേക്ക് നമുക്ക് എത്താൻ സാധിക്കും എന്നുള്ളത് പൂർണ്ണമായിട്ട് നമുക്ക് വിശ്വസിക്കാം. ഓക്കെ, അപ്പൊ അതുകൊണ്ട് ഒന്നാമത്തെ മൊഡ്യൂൾ എന്ന് പറയുന്നത് ഹാൻഡ് ടൂൾസ് ആണ്. സോ ബേസിക് ആയിട്ടുള്ള ഹാൻഡ് ടൂൾസുകൾ, ഫോർ എക്സാമ്പിൾ സ്റ്റീൽ റൂൾ, സ്ക്രൈബേഴ്സ്, പഞ്ചസ്, ഹാമേഴ്സ്, വൈസസ്, ചിസൽ, ക്ലാമ്പ്, ഹാക്സോ, ഫ്രെയിം, ബ്ലേഡ്സ് ആൻഡ് ഫയൽസ്. ഇവിടെ നോക്കുമ്പോൾ ഹാൻഡ് ടൂൾസ് എന്ന് പറയുമ്പോൾ അവിടെ യൂസ് ചെയ്യുന്ന എന്താണ് കട്ടിംഗ് ടൂൾ ഉണ്ട്, മെഷറിംഗ് ടൂൾ ഉണ്ട്. ഇത്തരത്തിൽ സ്റ്റീൽ റൂൾ എന്ന് പറയുന്നത് ലീനിയർ മെഷർമെന്റ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ ലീനിയർ മെഷർമെന്റിന് വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ഡിവൈസ് ആണ് സ്റ്റീൽ റൂൾ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെ മാർക്കിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ സ്ക്രൈബേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്, പഞ്ചസ് യൂസ് ചെയ്യുന്നുണ്ട്, സ്ട്രൈക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഹാമേഴ്സ് അല്ലെ, ടൈപ്സ് ഓഫ് ഹാമേഴ്സ്, ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട് വൈസസ് അല്ലെ. നമുക്കറിയാം നമ്മുടെ വർക്ക് പീസ് ഒക്കെ നമുക്ക് ഹോൾഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്, സപ്പോർട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിന് വൈസസ് യൂസ് ചെയ്യുന്നുണ്ട്. കട്ടിംഗ് ടൂൾ ആയിട്ടുള്ള ചിസൽ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ക്ലാംപ്സ്, then hacksaw അല്ലെങ്കിൽ hacksaw frame and hacksaw blades and files അല്ലെ, കട്ടിംഗ് ടൂൾ ആയിട്ടുള്ള ഫയൽസ്. അപ്പൊ ഇവിടെ പ്രധാനമായിട്ടും ഒന്നാമത്തെ മൊഡ്യൂൾ വളരെ ചെറിയൊരു മൊഡ്യൂളാണ്. അപ്പൊ ഹാൻഡ് ടൂൾസ് എന്ന് പറയുന്ന ഒരു ബേസിക് ആയിട്ടുള്ള ഒരു ഡെഫിനിഷൻ കൊടുത്തുകൊണ്ട്, ബേസിക് ആയിട്ടുള്ള ഒരു ഹെഡിങ് കൊടുത്തുകൊണ്ട് അവിടെ മെഷറിംഗ് ടൂളുകളായിട്ടുള്ള സ്റ്റീൽ പഠിച്ചു പോകും. അപ്പോൾ ഇൻ കേസ് ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വന്നാൽ നമ്മൾ വിട്ട് കളയരുത്. ഓക്കെ, അപ്പോൾ സ്റ്റീൽ റൂളേഴ്സ്, ഹാക്സോ ഫ്രെയിം ആൻഡ് ബ്ലേഡ്സ് ആൻഡ് ഫയൽസ് അല്ലെ, ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് ഒന്നാമത്തെ മൊഡ്യൂൾ നമുക്ക് നോക്കേണ്ടതായിട്ടുള്ളത്. ഓക്കെ ആണെങ്കിൽ രണ്ടാമത്തെ മൊഡ്യൂൾ നോക്കിയാൽ ഗ്യാസ് കട്ടിംഗ് എന്ന് പറയുന്ന ടോപ്പിക്കിലേക്ക് വന്നു. അപ്പോൾ ഒന്നാമത്തെ മൊഡ്യൂൾ എന്ന് പറയുന്നത് വളരെ ജനറൽ ആയിട്ടുള്ള ഹാൻഡ് ടൂൾസ് ആൻഡ് മെഷറിംഗ് ടൂൾസുകളായിട്ട് നമുക്ക് ക്ലാസിഫൈ ചെയ്യാം അല്ലെ, ഹാൻഡ് ടൂൾസ് ആൻഡ് മെഷറിംഗ് ടൂൾസ്. അപ്പൊ ഇവിടെ നമ്മൾ സാധാരണഗതിയിൽ നമ്മൾ യൂസ് ചെയ്യുന്ന വെർനിയർ കാലിപ്പേഴ്സ് അതൊന്നും വന്നിട്ടില്ല. പക്ഷേ അതിന്റെയൊക്കെ ഒരു ബേസിക് ഐഡിയ നമുക്ക് വേണം എന്നുള്ളതാണ് ഒന്നാമത്തെ മൊഡ്യൂളിനകത്ത് നമുക്ക് മനസ്സിലാക്കേണ്ടതായിട്ടുള്ളത്. അപ്പൊ അവിടെ വളരെ ചെറിയൊരു ടോപ്പിക്കുകൾ മാത്രമേ കൊടുത്തിട്ടുള്ളൂ. എങ്കിൽ തന്നെയും നമ്മൾ എക്സാം പോയിന്റ് ഓഫ് വ്യൂ പഠിക്കുന്ന സമയത്ത് കൃത്യമായിട്ടുള്ള എല്ലാ ഹാൻഡ് ടൂൾസുകളെ കുറിച്ചുള്ള ഒരു ഐഡിയ നമ്മൾക്ക് വേണ്ടി വരും. അതുപോലെ തന്നെ മെഷറിംഗ് ഇൻസ്ട്രുമെന്റ്സ്, അതുപോലെ തന്നെ മാർക്കിംഗ് ടൂൾസ്, മാർക്കിംഗ് മീഡിയ, അതുപോലെ തന്നെ സേഫ്റ്റി കാര്യങ്ങളൊക്കെ നമുക്ക് ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ടതാണ്. സോ അതും നമ്മളിവിടെ കവർ ചെയ്യുന്നുണ്ടാകും. രണ്ടാമത്തെ മൊഡ്യൂളിലേക്ക് നോക്കിയേ, ഗ്യാസ് കട്ടിംഗ് എന്ന് പറയുന്ന ടോപ്പിക്കാണ് അല്ലെ. ഗ്യാസ് കട്ടിംഗ് നമുക്കറിയാം ഇത്തരത്തിൽ ജോയിനിങ്, ഈ പറയുന്ന വെൽഡിംഗ് എന്ന് പറയുന്ന പ്രോസസ് അല്ലെങ്കിൽ വെൽഡിംഗ് എന്ന് പറയുന്ന ഒരു മെത്തേഡ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി എന്താണ്, ഒരു ഫാസ്റ്റനിങ് മെത്തേഡ് ആണ് അല്ലെ. എന്ത് രീതിയിലാണ് ഒരു പെർമനന്റ് ജോയിന്റ് ക്രിയേറ്റ് ചെയ്യുന്ന അല്ലെ, പെർമനന്റ് ആയിട്ടുള്ള ഒരു ജോയിന്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ സഹായിക്കുന്ന ഒരു മെത്തേഡാണ് അല്ലെങ്കിൽ ഒരു മാനുഫാക്ചറിങ് മെത്തേഡാണ് വെൽഡിംഗ് എന്ന് പറയുന്നത്. അപ്പൊ വെൽഡിംഗ് എന്ന് പറയുന്നതിനകത്ത് ജോയിനിങ്ങും ഉണ്ട്, അതുപോലെ തന്നെ എന്താണ് കട്ടിങ്ങും പോസിബിൾ ആണ് അല്ലെ. ഇത്തരത്തിൽ ഗ്യാസ് കട്ടേഴ്സ് ഒക്കെ നമ്മൾ സാധാരണ യൂസ് ചെയ്യാറുണ്ട്. ഓക്സി അസെറ്റിലിൻ ഫ്ലെയിമുകളുടെ സഹായത്തോടു കൂടി ഗ്യാസ് കട്ടേഴ്സ് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള ഗ്യാസ് കട്ടിംഗ് പ്രോസസ്സും നമുക്ക് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. സോ ഗ്യാസ് കട്ടിംഗ് എന്ന് പറയുന്നതാണ് രണ്ടാമത്തെ മൊഡ്യൂളിൽ നമുക്ക് പഠിക്കേണ്ടതായിട്ടുള്ളത്. ഓക്കെ ആണ്. സോ സേഫ്റ്റി ഗ്യാസ് കട്ടിംഗ്. അപ്പൊ ഗ്യാസ് കട്ടിങ്ങുമായി ബന്ധപ്പെട്ട് നമ്മൾ എന്തൊക്കെയാണ് സേഫ്റ്റി മെഷേഴ്സുകൾ കൺസിഡർ ചെയ്യേണ്ടതായിട്ടുള്ളത്, എന്തൊക്കെ പ്രിക്കോഷൻസ് ആണ് നമ്മൾ എടുക്കേണ്ടതായിട്ടുള്ളത്. ദെൻ പ്രിൻസിപ്പിൾ ഓഫ് ഗ്യാസ് കട്ടിംഗ്, ഗ്യാസ് കട്ടിങ്ങിന്റെ പ്രിൻസിപ്പിൾ എന്താണ്,
സോ നമുക്കറിയാം ഓക്സിഡേഷൻ എന്ന് പറയുന്ന ഒരു എന്താണ് ഒരു പ്രിൻസിപ്പിൾ ആണ് പ്രധാനമായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുള്ളത് അല്ലെ. സോ അത്തരത്തിൽ സേഫ്റ്റി ഇൻ ഗ്യാസ് കട്ടിംഗ്, പ്രിൻസിപ്പിൾ ഓഫ് ഗ്യാസ് കട്ടിംഗ് ആൻഡ് ഇറ്റ്സ് ആപ്ലിക്കേഷൻ, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് കോമൺ ഫോൾട്ട് അല്ലെ, അവിടെ ഉണ്ടാകുന്ന സാധാരണഗതിയിൽ ഉണ്ടാകുന്ന കോമൺ ഡിഫക്റ്റുകൾ അല്ലെങ്കിൽ കോമൺ ആയിട്ടുള്ള ഫോൾട്ടുകൾ എന്താണെന്നുള്ളതാണ് പ്രധാനമായിട്ടും രണ്ടാമത്തെ മൊഡ്യൂളിൽ പ്രധാനമായിട്ടും നമുക്ക് മനസ്സിലാക്കേണ്ടതായിട്ടുള്ളത്. അപ്പൊ നോക്കിയേ, ആദ്യത്തെ 2 മൊഡ്യൂളുകൾ വളരെ ചെറിയ മൊഡ്യൂളുകളാണ്, സംശയമൊന്നും വേണ്ട കാര്യം, വളരെ ഈസി ആയിട്ട് നമുക്ക് കവർ ചെയ്ത് പോകാം. അതുകൊണ്ട് തന്നെ അതിന്റെ മാർക്ക് നോക്കിയേ 3 മാർക്കും 2 മാർക്കുമേ ഉള്ളൂ അല്ലെ. ഇത്തരത്തിൽ 100 മാർക്ക്, നമ്മുടെ എക്സാം ടോട്ടൽ 100 മാർക്കാണെന്നുള്ളത് അറിയാം. 100 മാർക്സിനകത്ത് വെറും 3 മാർക്കും അതുപോലെ തന്നെ 2 മാർക്ക് അല്ലെ. ആദ്യത്തെ 2 മൊഡ്യൂളുകൾ പഠിച്ചു കഴിഞ്ഞാൽ ടോട്ടൽ നമുക്ക് എത്ര കിട്ടും? 5 മാർക്ക് മാത്രമേ കിട്ടുകയുള്ളൂ. ബാക്കി 95 കിടക്കുകയാണ് അവിടെ അല്ലെ, ബാലൻസ് കിടക്കുകയാണ്. അപ്പൊ നോക്കി, ഒന്നാമത്തെ മൊഡ്യൂളും രണ്ടാമത്തെ മൊഡ്യൂളും നമ്മൾ പൂർണ്ണമായിട്ടും നമുക്ക് വളരെ എളുപ്പം തന്നെ കവർ ചെയ്തെടുക്കാൻ പറ്റും. 5 മാർക്കാണ് ആ 1ഉം 2ഉം മൊഡ്യൂളുകളിൽ നമുക്ക് കിട്ടാൻ പോകുന്നത്. ഓക്കെ ആണ്. അപ്പൊ മൂന്നാമത്തെ മൊഡ്യൂൾ നോക്കിയാൽ, മൂന്നാമത്തെ മൊഡ്യൂൾ നമ്മൾ ആ ഒരു കോറിലേക്ക് വന്നു അല്ലെ, ഗ്യാസ് വെൽഡിംഗ് എന്ന് പറയുന്ന ആ ഒരു ടോപ്പിക്കിലേക്ക് വന്നു. നോക്കി അതിന്റെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ നോക്കി, 15 മാർക്കാണ് നമ്മൾ ഡിസ്ട്രിബ്യൂഷൻ കൊടുത്തിരിക്കുന്നത്. എത്ര മാർക്കാണ്? 15 മാർക്ക്. സോ 15 മാർക്ക് എന്ന് പറയുന്നത് ഒരു ചെറിയ മാർക്കല്ല. സോ നമ്മുടെ എക്സാം പോയിന്റ് ഓഫ് വ്യൂ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഗ്യാസ് വെൽഡിംഗ് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, അപ്പൊ ഗ്യാസ് വെൽഡിങ്ങിനകത്ത് പ്രധാനമായിട്ടും നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് ഓക്സി അസെറ്റിലിൻ വെൽഡിംഗ് ആണ്. ഏതാണ്? ഓക്സി അസെറ്റിലിൻ വെൽഡിംഗ്. അപ്പൊ ഓക്സി അസെറ്റിലിൻ വെൽഡിങ്ങുമായി ബന്ധപ്പെട്ട് അതിന്റെ ഫ്ലെയിം അല്ലെ, ആ ഒരു ഓക്സി അസെറ്റിലിൻ ഫ്ലെയിം എങ്ങനെയാണ് നമ്മൾ ജനറേറ്റ് ചെയ്യുന്നത്, ഓക്സി അസെറ്റിലിൻ ഗ്യാസ് എങ്ങനെയാണ് നമ്മൾ ജനറേറ്റ് ചെയ്യുന്നത്, അതുപോലെ തന്നെ ഗ്യാസസ് യൂസ് ഫോർ വെൽഡിംഗ്, ഏതൊക്കെ മറ്റ് ഗ്യാസസുകൾ അവിടെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ ഓക്സി ഹൈഡ്രജൻ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, അപ്പൊ ഓക്സി കോൾ ഉണ്ട്. അപ്പൊ നിരവധി എന്താണ് മറ്റ് ഗ്യാസസുകൾ നമുക്ക് വെൽഡിങ്ങിന് യൂസ് ചെയ്യാറുണ്ട്. അത് ഏതൊക്കെ ഗ്യാസ് ആണ്, അതിന്റെ പ്രത്യേകതകൾ എന്താണെന്നുള്ളത് മനസ്സിലാക്കും. പ്രൊഡക്ഷൻ ഓഫ് കാൽഷ്യം കാർബൈഡ് അല്ലെ, ഇത്തരത്തിൽ കാൽഷ്യം കാർബൈഡും വാട്ടറുമായിട്ടൊക്കെ റിയാക്ട് ചെയ്യുമ്പോഴാണ് നമുക്കറിയാം അസെറ്റിലിൻ ഗ്യാസ് ജനറേറ്റ് ചെയ്യുന്നുണ്ടാവുക. അപ്പൊ അത്തരത്തിൽ കാൽഷ്യം കാർബൈഡ് പ്രൊഡക്ഷൻ എങ്ങനെയാണ്, അസെറ്റിലിൻ ഗ്യാസ് ജനറേറ്റേഴ്സ്, ടൈപ്സ് ഓഫ് അസെറ്റിലിൻ ഗ്യാസ് ജനറേറ്റേഴ്സ് എങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കണം. ഓക്സി അസെറ്റിലിൻ വെൽഡിംഗ് എക്യുപ്മെന്റ്സ് അല്ലെ, ഇത്തരത്തിൽ ഓക്സി അസെറ്റിലിൻ വെൽഡിംഗ് അല്ലെങ്കിൽ ഗ്യാസ് വെൽഡിംഗുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ എക്യുപ്മെന്റ്സുകളാണ് പ്രധാനമായിട്ടും നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പൊ ഗ്യാസ് വെൽഡിംഗുമായി ബന്ധപ്പെട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു സിലിണ്ടർ ഉണ്ടാകും, അതുപോലെ തന്നെ ട്യൂബ് ഉണ്ടാകും, അതുപോലെ തന്നെ കട്ടിംഗ് അല്ലെങ്കിൽ ഗ്യാസ് വെൽഡിംഗ് ടോർച്ചുകൾ ഉണ്ടാകും. ഓക്കെ, അപ്പൊ അത്തരത്തിലുള്ള പ്രധാനപ്പെട്ട എക്യുപ്മെന്റ്സ് നമുക്ക് അതുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഗ്യാസ് വെൽഡിംഗ് ടെക്നിക് അല്ലെ, ഇത്തരത്തിൽ ലെഫ്റ്റ് ഹാൻഡ് വെൽഡിംഗ്, റൈറ്റ് ഹാൻഡ് വെൽഡിംഗ്, അങ്ങനെ നിരവധി ഗ്യാസ് വെൽഡിംഗ് ടെക്നിക്കൽ നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ എവിടെ വെൽഡ് ചെയ്താലും അവിടെ എന്തുണ്ടാവും, ചിലപ്പോൾ ചില ഡിഫക്റ്റുകൾ അല്ലെങ്കിൽ ഫോൾട്ടുകൾ ഒക്കെ ഉണ്ടാകും. അപ്പൊ അത്തരത്തിലുള്ള ഡിഫക്റ്റുകളും ഫോൾട്ടുകളും ഒക്കെ എന്താണ് എന്നുള്ളത് മനസ്സിലാക്കണം. ഓക്കെ, ഫോൾട്ട് ഇൻ ഗ്യാസ് വെൽഡിംഗ്, ഫില്ലർ റോഡ് ആൻഡ് ഫ്ലക്സസ് അല്ലെ, നമ്മൾ അവിടെ യൂസ് ചെയ്യുന്ന ഫില്ലർ റോഡും ഫ്ലക്സസും ഒക്കെ അല്ലെ, ഇത്ര ഓക്സിഡേഷൻ ഒക്കെ തടയുന്നതിന് വേണ്ടി നമ്മൾ ഫ്ലക്സസ് യൂസ് ചെയ്യാറുണ്ട്. അവിടെ യൂസ് ചെയ്യുന്ന ഫില്ലർ റോഡ് ഫ്ലക്സസുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കണം. വെൽഡിംഗ് ഓഫ് അലൂമിനിയം അല്ലെ, അലൂമിനിയം വെൽഡ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട്, സ്റ്റെയിൻലെസ് സ്റ്റീൽ വെൽഡ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട്, കോപ്പർ, ബ്രാസ്, ബ്രോൺസ്, കാസ്റ്റ് അയൺ അല്ലെ, ഫെറസ് ആൻഡ് നോൺ ഫെറസുമായി ബന്ധപ്പെട്ട് അല്ലെ, ഫെറസ് ആൻഡ് നോൺ ഫെറസ് മെറ്റീരിയൽ നമ്മൾ വെൽഡ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട്, ഗ്യാസ് വെൽഡിങ്ങുമായി ബന്ധപ്പെട്ട് നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. സോ എന്താണ്, നമ്മൾ വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു മൊഡ്യൂൾ തന്നെയാണ് മൊഡ്യൂൾ 3 എന്ന് പറയുന്നത്. 15 മാർക്കോളം നമുക്ക് ആ ഒരു മൊഡ്യൂളിൽ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. സോ അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് ഈ ഓരോ ടേമുകളും കൃത്യമായിട്ട് നമുക്ക് പഠിച്ച് മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട്. ഓക്കെയാണ്. അപ്പൊ മൂന്നാമത്തെ മൊഡ്യൂൾ എന്ന് പറഞ്ഞാൽ ജനറലൈസ് ചെയ്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ ഓക്സി അസെറ്റിലിൻ ഗ്യാസ് വെൽഡിംഗ് ആണ് പ്രധാനമായിട്ടും നമുക്ക് പഠിക്കേണ്ടതായിട്ടുള്ളത്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ്, അവിടെ യൂസ് ചെയ്യുന്ന ഗ്യാസസ്, അവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന എക്യുപ്മെന്റ്സ്, അതുമായി ബന്ധപ്പെട്ട് വരുന്ന ഡാമേജ് അല്ലെങ്കിൽ ഡിഫക്റ്റുകൾ, ഫോൾട്ടുകൾ, മറ്റ് മെറ്റീരിയൽ അല്ലെ, ഏതൊക്കെ മെറ്റീരിയൽ നമുക്ക് അവിടെ വെൽഡ് ചെയ്യാൻ സാധിക്കും, അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് പ്രധാനമായിട്ടും മൂന്നാമത്തെ മൊഡ്യൂളിൽ നമുക്ക് പഠിക്കേണ്ടതായിട്ടുള്ളത്. ഓക്കെ ആണ്. അപ്പൊ ആദ്യത്തെ 2 മൊഡ്യൂൾ എന്ന് പറയുന്നത് ഒന്ന് ഹാൻഡ് ടൂൾസും, രണ്ടാമത് എന്താ കണ്ടേ, ഗ്യാസ് കട്ടിങ്ങുമാണ് അല്ലെ, മൂന്നാമത് ഗ്യാസ് വെൽഡിങ്ങിലേക്ക് വന്നു. അപ്പൊ ആദ്യത്തെ 3 മൊഡ്യൂൾ നമുക്ക് എന്താണ് പഠിക്കേണ്ടത് എന്നുള്ളൊരു ഐഡിയ, ഒരു ബേസിക് ഐഡിയ, ഇപ്പൊ ഈ ഒരു ടോപ്പിക്കുകൾ പറഞ്ഞുകൊണ്ട് മൊത്തത്തിൽ അത് കംപ്ലീറ്റ് ആവുന്നില്ല. എന്താണ് ബേസിക് ആയിട്ട് നമ്മൾ ജനറലൈസ് ചെയ്ത് പഠിക്കേണ്ടത് എന്നുള്ളൊരു ഐഡിയ മാത്രമേ നമുക്ക് ഈ ഒരു സെഷനിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നുള്ളൂ. നാലാമത്തെ മൊഡ്യൂൾ നോക്കാം. ദാറ്റ് ഈസ് ആർക്ക് വെൽഡിംഗ് അല്ലെ. സാധാരണഗതിയിൽ നമ്മൾ എല്ലായ്പ്പോഴും കാണുന്നതാണ് ആർക്ക് വെൽഡിംഗ് അല്ലെ. സാധാരണഗതിയിൽ വെൽഡിംഗ് വർക്ക്ഷോപ്പുകളിലൊക്കെ കൂടുതലും ആർക്ക് വെൽഡിംഗ് നമ്മൾ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട് അല്ലെ. അപ്പൊ ആർക്ക് വെൽഡിങ്ങുമായി ബന്ധപ്പെട്ട് ഏതൊക്കെ തരത്തിലാണ് ക്ലാസിഫിക്കേഷൻ വരുന്നത് അല്ലെ, വെൽഡിംഗ് പ്രോസസ്സിന്റെ ക്ലാസിഫിക്കേഷൻ എന്താണ്, സോ അതുമായി ബന്ധപ്പെട്ട് വെൽഡിംഗ് ടേംസുകൾ അല്ലെ, അവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന വെൽഡിംഗ് ടേംസുകൾ എന്തൊക്കെയാണ്, ഇലക്ട്രിക് വെൽഡിംഗ് പ്രോസസ്, ഫോർ എക്സാമ്പിൾ അവിടെ AC വെൽഡിംഗ് ഉണ്ടാവും, DC വെൽഡിംഗ് ഉണ്ടാകും. അത്തരത്തിലുള്ള കറണ്ടിന്റെ ആ ഒരു യൂസേജ് അനുസരിച്ച് അല്ലെ, നമ്മൾ ആ കൊടുക്കുന്ന സോഴ്സിന്റെ ക്ലാസിഫിക്കേഷൻ അനുസരിച്ചുള്ള രീതിയിൽ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് വെൽഡിംഗ് നമുക്ക് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ വെൽഡിംഗ് ജോയിന്റ്സ് ആൻഡ് വെൽഡ്
കറസ്പോണ്ടിങ് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഏതൊക്കെ ടൈപ്പ് ജോയിന്റുകളുണ്ട്, ആ ഒരു വെൽഡ് എങ്ങനെയാണ്, ആർക്ക് ലെങ്ത് എന്താണ്. നമുക്കറിയാം നമ്മുടെ ഇലക്ട്രോഡിനും അതുപോലെ വർക്ക് പീസിനും ഇടയിലുള്ള ആ ഒരു ലെങ്തിനെ വിളിക്കുന്ന പേരാണ് ആർക്ക് ലെങ്ത് എന്ന് പറയുന്നത്. അത് ലോങ് ആർക്ക് ഉണ്ടാകും, ഷോർട്ട് ആർക്ക് ഉണ്ടാകും, മീഡിയം ആർക്ക് ഉണ്ടാകും. അങ്ങനെ ഡിഫറെന്റ് ടൈപ്പ് ആർക്ക് ലെന്തുകൾ നമുക്ക് അവൈലബിൾ ആണ്. വെൽഡിംഗ് പൊസിഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. വെൽഡിംഗ് പൊസിഷൻസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമുക്കറിയാം നമ്മൾ സാധാരണഗതിയിൽ പ്ലേറ്റ് വെൽഡിംഗ് അല്ലെ, സാധാരണഗതിയിൽ പ്ലേറ്റ് വെൽഡിംഗ് ഒക്കെ നമ്മൾ പഠിക്കുന്ന സമയത്ത് എന്താണ് നമുക്കറിയാം ഡിഫറെന്റ് പൊസിഷൻസ്. ഫോർ എക്സാമ്പിൾ ഫ്ലാറ്റ് പൊസിഷൻ അവൈലബിൾ ആണ്, ഹൊറിസോണ്ടൽ ആയിട്ടുള്ള പൊസിഷൻ നമുക്ക് അവൈലബിൾ ആണ്, വെർട്ടിക്കൽ പൊസിഷൻ നമുക്ക് അവൈലബിൾ ആണ്, ഓവർ ഹെഡ് പൊസിഷൻ നമുക്ക് അവൈലബിൾ ആണ് അല്ലെ. ഇതിൽ ഫ്ലാറ്റ്, ഹൊറിസോണ്ടൽ, വെർട്ടിക്കൽ, ഓവർ ഹെഡ്. സോ ഇതിൽ നിന്നും മിക്കപ്പോഴും ചോദിക്കാറുള്ളത് നമ്മൾ വെൽഡിംഗ് ചെയ്യുന്ന സമയത്ത് ഏറ്റവും എളുപ്പത്തിൽ അല്ലെ, അല്ലെങ്കിൽ ഏറ്റവും സിമ്പിൾ ആയിട്ട് നമുക്ക് വെൽഡിംഗ് ചെയ്യാൻ പറ്റുന്ന പൊസിഷൻ ഏതാണെന്നുള്ളത് മിക്കപ്പോഴും ചോദിക്കുന്നതാണ്. ദാറ്റ് ഈസ് അത് ഡൗൺ ഹാൻഡ് വെൽഡിംഗ് അല്ലെങ്കിൽ ഫ്ലാറ്റ് വെൽഡിംഗ് ആണെന്നുള്ളത് നമുക്കറിയാം അല്ലെ. ഫ്ലാറ്റ് പൊസിഷൻ ആണ് നമുക്ക് ഏറ്റവും ഈസി ആയിട്ടുള്ള പൊസിഷൻ എന്ന് പറയുന്നത്. മിക്കപ്പോഴും PSC ചോദിക്കാനുള്ള ഒരു ചോദ്യമാണ്. അപ്പൊ അത്തരത്തിൽ വെൽഡിംഗ് പൊസിഷനുമായി ബന്ധപ്പെട്ട് ഇത് പ്ലേറ്റ് ആണ്. ഈ പൈപ്പ് ആണെന്നുണ്ടെങ്കിൽ അവിടെയും പൊസിഷൻസ് മാറുന്നുണ്ടാവും. പൈപ്പ് വെൽഡിംഗ് ആണെന്നുണ്ടെങ്കിൽ അവിടെ പൊസിഷൻസ് സാധാരണഗതിയിൽ നമ്മൾ ഇതിനെ എങ്ങനെ പറയാറ്, 1G 2G അതുപോലെ തന്നെ 3G 4G അല്ലെ. ഗ്രൂവ് ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ, അതല്ല അതാണ് അത്തരത്തിൽ നമുക്ക് ഇത്തരത്തിൽ 1G 2G 3G 4G എന്നൊക്കെ നമ്മൾ സാധാരണഗതിയിൽ ഇതിനെ പറയാറുണ്ട് പൊസിഷനെ. പൈപ്പ് വെൽഡിങ്ങുമായി ബന്ധപ്പെട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം അവിടെ സാധാരണഗതിയിൽ ഉണ്ടാകുന്ന പൊസിഷൻസ് ഫ്ലാറ്റ്, ഹൊറിസോണ്ടൽ, അതുപോലെ തന്നെ എന്താണ് ഇൻക്ലൈൻഡ് ആയിട്ടുള്ള പൊസിഷൻസ് ഒക്കെ ഉണ്ടാവും. ദാറ്റ് ഈസ് 1G 2G 4G 3G 4G ഉണ്ടാവില്ല. അത് കഴിഞ്ഞാൽ 5G 6G എന്നുള്ള രീതിയിലേക്ക് നമ്മൾ അവിടെ പഠിക്കുന്നുണ്ടാവുക. അപ്പൊ അത്തരത്തിൽ പൊസിഷൻസ് നമുക്ക് ഏതൊക്കെ രീതിയിൽ നമുക്ക് വെൽഡിംഗ് ചെയ്യാൻ പറ്റും, വെൽഡിംഗ് പൊസിഷൻസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. സോ അത് കൃത്യമായിട്ട് നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട്. ദെൻ ആർക്ക് വെൽഡിംഗ് മെഷീൻസ് അല്ലെ, നമുക്ക് ഇത്തരത്തിൽ ആർക്ക് വെൽഡിംഗ് മെഷീൻസിനകത്ത് തന്നെ AC മെഷീൻ ഉണ്ട്, DC മെഷീൻ ഉണ്ട്. ദെൻ അവിടെ നമ്മൾ കറണ്ട് എന്താണ് കണക്ട് ചെയ്യുന്നതിന്റെ ആ ഒരു പൊളാരിറ്റി അല്ലെ, സ്ട്രേറ്റ് പൊളാരിറ്റി ഉണ്ട്, റിവേഴ്സ് പൊളാരിറ്റി ഉണ്ട്. അവിടെ എന്താണ് ആർക്ക് ബ്ലോ എന്ന് പറയുന്ന ഡിഫക്റ്റ് ഉണ്ടാവാനുണ്ട്. ദെൻ ഡിസ്റ്റോർഷൻ ആൻഡ് ഇറ്റ്സ് കൺട്രോൾ അല്ലെ, ഇത്തരത്തിൽ ആർക്ക് ബ്ലോ, ഡിസ്റ്റോർഷൻ ഒക്കെ നമുക്ക് എങ്ങനെ കൺട്രോൾ ചെയ്യാം എന്നുള്ള കാര്യങ്ങൾ നമുക്ക് പഠിക്കണം. ഇത്രയും കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ വെൽഡ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഉണ്ടാവുന്ന ഡിഫക്റ്റുകൾ അല്ലെ, ആർക്ക് വെൽഡിംഗ് ഉണ്ടാവുന്ന ഡിഫക്റ്റുകൾ, അതുപോലെ തന്നെ നമ്മൾ ആർക്ക് വെൽഡിംഗ് നമ്മൾ യൂസ് ചെയ്യുന്ന ആർക്ക് വെൽഡിംഗ് ഇലക്ട്രോഡുകളുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ദെൻ കോഡിംഗ് ഓഫ് ഇലക്ട്രോഡ്സ് അല്ലെ, ഇലക്ട്രോഡിനെ കോഡ് ചെയ്യുന്നത് എങ്ങനെയാണ്. ദെൻ വെൽഡിംഗ് സിമ്പിൾ അല്ലെങ്കിൽ വെൽഡ് സിമ്പിൾ ആൻഡ് വെൽഡിംഗ് സിമ്പിൾ, ഇത്തരത്തിൽ വെൽഡ് സിമ്പിളും വെൽഡിംഗ് സിമ്പിളും കൃത്യമായിട്ട് നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ ആർക്ക് വെൽഡിംഗ് എന്ന് പറയുന്ന ടോപ്പിക്കിനകത്ത് കൃത്യമായിട്ട് നമുക്ക് എന്താണ് ആർക്ക് വെൽഡിംഗ് എന്ന് പറയുമ്പോൾ അവിടെ ഇലക്ട്രിസിറ്റി നമ്മൾ യൂസ് ചെയ്യുന്നു. ആർക്ക് വെൽഡിംഗിനകത്ത് പ്രധാനമായിട്ടും ഇലക്ട്രിസിറ്റിയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇലക്ട്രിസിറ്റി തന്നെ AC DC അവൈലബിൾ ആണ്. സോ അത് ആർക്ക് ജനറേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ആർക്ക് വെൽഡിംഗ് മെഷീൻസിന്റെ ക്ലാസിഫിക്കേഷൻ എന്താണ്, പൊളാരിറ്റി എന്താണ്, അവിടെ ഉണ്ടാകുന്ന ആർക്ക് ബ്ലോ എന്താണ്, എന്തുകൊണ്ടാണ് ഡിസ്റ്റോർഷൻ സംഭവിക്കുന്നത്, ആർക്ക് ലെങ്ത് എന്താണ്, ഏതൊക്കെ ടൈപ്പ് ജോയിന്റുകൾ നമ്മൾ ചെയ്യാറുണ്ട്, ഓക്കെ, അതിന്റെ മെറ്റൽ പ്രിപ്പറേഷൻ, ജോയിന്റിന്റെ പ്രിപ്പറേഷൻ, വി ജോയിന്റ് അല്ലെങ്കിൽ സ്ക്വയർ ജോയിന്റ്, ബട്ട് ജോയിന്റ്, ലാബ് ജോയിന്റ്, അങ്ങനെ നിരവധി ജോയിന്റുകൾ നമ്മൾ പ്രിപ്പയർ ചെയ്യാറുണ്ട്. ദെൻ ആർക്ക് വെൽഡിംഗിന്റെ ബേസിക് പ്രിൻസിപ്പിൾ എന്താണ്, ആർക്ക് വെൽഡിംഗിൽ നമ്മൾ എന്താണ് ഇത്തരത്തിൽ ഇലക്ട്രിസിറ്റി ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ യൂസ് ചെയ്യുന്ന ട്രാൻസ്ഫോമർ അല്ലെ, നമ്മൾ അവിടെ ട്രാൻസ്ഫോമർ യൂസ് ചെയ്യാറുണ്ട്. അത് സ്റ്റെപ്പ് ഡൗൺ ആണോ സ്റ്റെപ്പ് അപ്പ് ആണോ സാധാരണഗതിയിൽ നമ്മൾ യൂസ് ചെയ്യാറുള്ളത്. ആർക്ക് വെൽഡിംഗിനകത്ത് നമ്മൾ യൂസ് ചെയ്യുന്ന ട്രാൻസ്ഫോമർ ഏതാണ് ഒന്ന് ആലോചിച്ച് നോക്കി, ഏതായിരിക്കും ആർക്ക് വെൽഡിംഗിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ട്രാൻസ്ഫോമർ? സ്റ്റെപ്പ് ഡൗൺ ആണോ? യെസ്, സ്റ്റെപ്പ് ഡൗൺ ആണ് അല്ലെ. നമുക്കറിയാം എന്താണ് സ്റ്റെപ്പ് ഡൗൺ. യെസ്, സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ ആണ്. അപ്പൊ സ്റ്റെപ്പ് ഡൗണിന്റെ പ്രത്യേകത എന്താണ്? വോൾട്ടേജ് കുറച്ചുകൊണ്ട് കറണ്ട് കൂട്ടുന്നുണ്ടാവും അല്ലെ, വോൾട്ടേജ് കുറച്ചുകൊണ്ട് കറണ്ട് ഇൻക്രീസ് ചെയ്യുന്നുണ്ടാവും. സോ നമുക്കറിയാം കറണ്ട് കൂടുമ്പോൾ സ്വാഭാവികമായിട്ടും ഹീറ്റ് ജനറേഷൻ കൂടും. അങ്ങനെയാണ് നമ്മൾ എന്താണ് ആ ഒരു വെൽഡിംഗ് പ്രോസസ്സ് ചെയ്യുന്നുണ്ടാവും അല്ലെ. നമുക്ക് വേണ്ടുന്നത് ഹീറ്റ് ആണ്. സോ നമുക്ക് എങ്ങനെയും ഹീറ്റ് കൊടുത്തുകൊണ്ട് നമ്മളുടെ ആ ഒരു വർക്ക് പീസ് അല്ലെ, നമ്മളുടെ ആ ഒരു വർക്ക് പീസിനെ ഫ്യൂസ് ചെയ്യിക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യേണ്ടതായിട്ടുള്ളത്. സോ അത് എന്താണ് ഇത്തരത്തിൽ ഇലക്ട്രിസിറ്റിയുടെ സഹായത്തോടു കൂടിയാണെങ്കിൽ ആർക്ക് വെൽഡിംഗ് എന്ന് പറയുന്നു. നമ്മൾ തൊട്ട് മുന്നേ കണ്ട ഗ്യാസ് വെൽഡിംഗ് ആണെങ്കിൽ എന്താണ് അവിടെ എന്താണ് റിയാക്ഷൻ നടന്നുണ്ട് അല്ലെ, അവിടെ ഗ്യാസ് കത്തിക്കൊണ്ട് റിയാക്ഷൻ നടന്നുകൊണ്ടാണ് അവിടെ ഹീറ്റ് ജനറേറ്റ് ചെയ്യുന്നുണ്ടാവുക. അപ്പൊ അത്തരത്തിൽ ഹീറ്റ് ജനറേറ്റ് ചെയ്യുക എന്നുള്ളതാണ് പ്രധാനമായിട്ടും നമ്മുടെ ഒരു ലക്ഷ്യം അല്ലെ. അപ്പൊ ആ ഹീറ്റ് ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ കറണ്ട് ആണ് നമുക്ക് വേണ്ടുന്നത്. സോ ഹൈ കറണ്ട്, ലോ എന്താണ് വോൾട്ടേജ് ആണ് നമുക്ക് സ്പെസിഫിക്കേഷൻ. സോ അതുകൊണ്ട് തന്നെ നമ്മൾ അവിടെ യൂസ് ചെയ്യുന്ന ട്രാൻസ്ഫോമർ സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ ആണ്. അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങൾ അല്ലെ. അപ്പൊ ട്രാൻസ്ഫോമറിന്റെ ബേസിക് പ്രിൻസിപ്പിൾ എന്താ, മ്യൂച്വൽ ഇൻഡക്ഷൻ ആണെന്നും അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നമുക്ക് കൃത്യമായിട്ട് പഠിക്കേണ്ടതായിട്ടുണ്ട്. മിക്കപ്പോഴും ക്വസ്റ്റ്യൻസ് ഇതിൽ നിന്നും വരാറുണ്ട്. ഓക്കെ, അപ്പൊ അത് 4ാമത്തെ മൊഡ്യൂൾ എന്ന് പറയുന്നത് ആർക്ക് വെൽഡിങ്ങുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ്. സോ അതുമായി ബന്ധപ്പെട്ട അതിന്റെ പൊസിഷൻസ്, വെൽഡിംഗ് പൊസിഷൻസ്, വെൽഡിംഗ് സിംബൽസ്, വെൽഡ് സിംബൽസ്, ദെൻ അതിന്റെ ടേംസുകൾ കുറെ അധികം ഉണ്ട് അല്ലെ. നമ്മൾ ആ ഒരു വെൽഡിംഗ് ടേംസുകൾ എന്താണ്, ഇപ്പം ഫോർ എക്സാമ്പിൾ ഹീറ്റ് അഫക്റ്റഡ് സോൺ എന്താണ് ഈ HAZ എന്ന് പറയുന്നത്. സോ അങ്ങനെയുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് നമുക്ക് ആർക്ക് വെൽഡിങ്ങുമായി ബന്ധപ്പെട്ട് നമ്മൾ പഠിക്കുന്നു. സോ എത്ര മാർക്കാണ്? 20 മാർക്കാണെന്ന് ശ്രദ്ധിക്കാം അല്ലെ. ആർക്ക് വെൽഡിംഗ് എന്ന് പറയുന്നത്
20 മാർക്കാണ്. അപ്പൊ ചെറിയ മാർക്കാണോ? അല്ല, 20 മാർക്ക് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം വലിയ മാർക്ക് തന്നെയാണ്. ഓക്കെ, അപ്പൊ 20% എന്താണ് ആർക്ക് വെൽഡിംഗിൽ നിന്നാണ് ചോദ്യം വരുന്നത്. ഓക്കെ, ക്ലിയർ ആണ്. അപ്പൊ ആർക്ക് വെൽഡിംഗ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. തൊട്ടു മുന്നേ കണ്ട നമ്മൾ എന്താണ് ഗ്യാസ് വെൽഡിംഗ് വളരെ ഇമ്പോർട്ടന്റ് ആയിരുന്നു. നെക്സ്റ്റ് ഗ്യാസ് മെറ്റൽ ആർക്ക് വെൽഡിംഗ് ആണ്. മൊഡ്യൂൾ 5 വരുമ്പോൾ ഗ്യാസ് മെറ്റൽ ആർക്ക് വെൽഡിംഗ്, ഗ്യാസ് മെറ്റൽ ആർക്ക് വെൽഡിംഗ് എന്താ പറയാ, GMAW, ഗ്യാസ് മെറ്റൽ ആർക്ക് വെൽഡിംഗ്. അപ്പൊ അതിന്റെ മാർക്ക് നോക്കേ, 15 മാർക്കോളം അതിൽ നിന്നും വരുന്നു അല്ലെ. നമുക്ക് അപ്പൊ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മറ്റൊരു മൊഡ്യൂളാണ് മൊഡ്യൂൾ 5 എന്ന് പറയുന്നത്. സോ GMAW എക്യുപ്മെന്റ്സ് ആൻഡ് ആക്സസറീസ് അല്ലെ, ഗ്യാസ് മെറ്റൽ ആർക്ക് വെൽഡിംഗ് ശരിക്കും ആർക്ക് വെൽഡിംഗ് തന്നെയാണ്. പക്ഷെ ഇവിടെ എന്താണ്, നമ്മൾ ഗ്യാസ് കൊണ്ടൊരു ഷീൽഡിംഗ് ഇഫക്റ്റ് കൊടുക്കുന്നുണ്ടാകും. അപ്പൊ ഫോർ എക്സാമ്പിൾ ഷീൽഡിംഗ് ഗ്യാസുകൾ യൂസ് ചെയ്യാറുണ്ട്. ഫോർ എക്സാമ്പിൾ ആർഗൺ, ഹീലിയം അങ്ങനെയുള്ള ഷീൽഡിംഗ് ഗ്യാസുകളുടെ സഹായത്തോടു കൂടി നമ്മൾ ആ ഒരു സർഫസ് എന്താണ് ഓക്സിഡേഷനിൽ നിന്നും ഓക്സിഡേഷൻ തടയാൻ സഹായിക്കുന്നു. ഇത്തരത്തിൽ ഷീൽഡിംഗ് ഗ്യാസ് എന്തിനാണ് നമ്മൾ പ്രധാനമായിട്ട് യൂസ് ചെയ്യുന്നത്, അവിടെ ഉണ്ടാവുന്ന ഓക്സിഡേഷൻ തടയാൻ സഹായിക്കുന്നു. അപ്പൊ ഓക്സിഡേഷൻ തടയാൻ വേണ്ടിയിട്ടുള്ള ഷീൽഡിംഗ് ഗ്യാസിന്റെ ഒരു കവർ നമ്മൾ കൊടുക്കുന്നുണ്ടാകും. അപ്പൊ അവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന ഷീൽഡിംഗ് ഗ്യാസിന്റെ പ്രത്യേകത. ഓക്കെ, അപ്പൊ അത്തരത്തിൽ ഈ ആർക്ക് വെൽഡിങ്ങിനോടൊപ്പം തന്നെ നമ്മൾ അഡീഷണൽ ആയിട്ടുള്ള ഒരു ഷീൽഡിംഗ് ഗ്യാസോട് കൊടുക്കുമ്പോൾ നമുക്ക് ഗ്യാസ് മെറ്റൽ ആർക്ക് വെൽഡിംഗ് ആകും. ഓക്കെ, അപ്പൊ അത്തരത്തിൽ ഗ്യാസ് മെറ്റൽ ആർക്ക് വെൽഡിംഗ്, അതുമായി ബന്ധപ്പെട്ടുള്ള എക്യുപ്മെന്റ്സ്, ആക്സസറീസ്, നമ്മൾ അവിടെ വയർ ഫീഡിംഗ് യൂണിറ്റ്സ് ഉണ്ടാകും, ദെൻ ടോർച്ചസ്, വെൽഡിംഗ് വയേഴ്സ്, ഷീൽഡിംഗ് ഗ്യാസ്, ദെൻ മോഡ് ഓഫ് മെറ്റൽ ട്രാൻസ്ഫർ, ഇത്തരത്തിൽ എന്താണ് ഏതൊക്കെ രീതിയിൽ നമുക്ക് അവിടെ മെറ്റൽസ് ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കും. ദെൻ GMAW പാരാമീറ്റേഴ്സ് അല്ലെ, നമുക്ക് എന്തൊക്കെ പാരാമീറ്റേഴ്സ് ആണ്, ഇപ്പം കറണ്ടിന്റെ പാരാമീറ്റേഴ്സ് ഉണ്ടെങ്കിൽ അങ്ങനെ, ദെൻ അതുപോലെ നമ്മളുടെ ആർക്ക് ലെങ്തിന്റെ പാരാമീറ്റേഴ്സ്, അങ്ങനെയുള്ള പാരാമീറ്റേഴ്സ് കൃത്യമായിട്ട് പഠിക്കണം. വെൽഡിംഗ് പ്രൊസീജിയർ ആൻഡ് ഗ്യാസ് മെറ്റൽ ആർക്ക് വെൽഡിംഗ് ഡിഫക്ട് ആൻഡ് ട്രബിൾ ഷൂട്ടിംഗ്, ഇത്തരത്തിൽ അവിടെ ഉണ്ടാകുന്ന ഡിഫക്ട്, ആ ഡിഫക്ട് എങ്ങനെ നമുക്ക് ഒഴിവാക്കാം എന്നുള്ളത് കൂടി പഠിക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ അത്തരത്തിൽ GMAW അല്ലെങ്കിൽ ഗ്യാസ് മെറ്റൽ ആർക്ക് വെൽഡിംഗ് എന്ന് പറയുന്ന ആ ഒരു പർട്ടിക്കുലർ വെൽഡിംഗ് മെത്തേഡ് നമ്മൾ കൃത്യമായിട്ട് പഠിക്കേണ്ടതായിട്ടുണ്ട്. മൊഡ്യൂൾ 5 ആണ്, 15 മാർക്സ് ആണ് അല്ലെ, 15 മാർക്കോളം ആ ഒരു പർട്ടിക്കുലർ ടോപ്പിക്കിൽ നിന്നും വരുന്നു എന്നുള്ളത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പോൾ ആർക്ക് വെൽഡിംഗിൽ നിന്നാണ് 20 മാർക്കോളം വന്നത്, ഗ്യാസ് വെൽഡിംഗിൽ നിന്നും 15 മാർക്കോളം വന്നു അല്ലെ. സോ വളരെ ഗ്യാസ് ടങ്സ്റ്റൺ ആർക്ക് വെൽഡിംഗ് മിക്കപ്പോഴും ചോദിക്കാറുള്ളതാണ്. നമ്മുടെ ടിഗ് അല്ലെ, ടങ്സ്റ്റൺ ഇനർട്ട് ഗ്യാസ് വെൽഡിംഗ് അല്ലെങ്കിൽ ഗ്യാസ് ടങ്സ്റ്റൺ ആർക്ക് വെൽഡിംഗ് ഒക്കെ മിക്കപ്പോഴും ചോദിക്കാറുള്ളതാണ്. അതായത് നോൺ കൺസ്യൂമബിൾ അല്ലെ, നോൺ കൺസ്യൂമബിൾ ഇലക്ട്രോഡ് യൂസ് ചെയ്യുന്നത് ഏതാണ്, നോൺ കൺസ്യൂമബിൾ ഇലക്ട്രോഡ് യൂസ് ചെയ്യുന്നത് ഏത് വെൽഡിംഗ് പ്രോസസ്സിലാണ്. അപ്പൊ നമുക്കറിയാം ഗ്യാസ് ടങ്സ്റ്റൺ ആർക്ക് വെൽഡിംഗ് അല്ലെങ്കിൽ GTAW നമ്മൾ സാധാരണ യൂസ് ചെയ്യാറ്. അപ്പൊ ടിഗ് വെൽഡിംഗ് അല്ലെങ്കിൽ ടങ്സ്റ്റൺ ഇനേർട്ട് ഗ്യാസ് വെൽഡിംഗ് അല്ലെങ്കിൽ നമുക്ക് പറയാം തരത്തിൽ ഗ്യാസ് ടങ്സ്റ്റൺ ആർക്ക് വെൽഡിംഗ്. അപ്പൊ ഹിസ്റ്ററി ഓഫ് GTAW, പ്രിൻസിപ്പൽ, പവർ സോഴ്സ്, അതുപോലെ തന്നെ GTAW ടോർച്ചസ്, ഇലക്ട്രോഡ്സ്, ഷീൽഡിംഗ് ഗ്യാസ്, അത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ പഠിക്കണം. സോ GTAW പാരാമീറ്റേഴ്സ്, പ്രൊസീജിയർ ഫോർ വെൽഡിംഗ് ലൈക്ക് അലൂമിനിയം, സ്റ്റെയിൻലെസ് സ്റ്റീൽ ആൻഡ് അതർ മെറ്റൽസ്, ഡിഫക്ട് ആൻഡ് ട്രബിൾ ഷൂട്ടിംഗ്. അതായത് ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം GTAW ബന്ധപ്പെട്ട് അതിന്റെ പ്രിൻസിപ്പിൾ എന്താണ്, അതുമായി ബന്ധപ്പെട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന എക്യുപ്മെന്റ്സുകൾ ഏതൊക്കെയാണ്, അതിന്റെ പാരാമീറ്റേഴ്സ് എന്തൊക്കെയാണ്, അത് ചെയ്യുന്ന പ്രൊസീജിയർ എന്താണ്, അത് മറ്റ് മെറ്റീരിയൽ അലൂമിനിയം, സ്റ്റെയിൻലെസ് സ്റ്റീൽ, മറ്റ് മെറ്റൽസിലൊക്കെ നമ്മൾ എങ്ങനെയാണ് അത് ആ ഒരു പർട്ടിക്കുലർ വെൽഡിങ്ങിന്റെ സഹായത്തോടെ നമ്മൾ വെൽഡിംഗ് പോസിബിൾ ആക്കുന്നത്. അപ്പൊ എന്തൊക്കെ ഡിഫക്റ്റുകളാണ് നമ്മൾ GTAW ചെയ്യുന്ന സമയത്ത് ഉണ്ടാവുക, അത് നമ്മൾ എങ്ങനെ ഒഴിവാക്കാം എന്നുള്ളതാണ് പ്രധാനമായിട്ടും മനസ്സിലാക്കേണ്ടത്. അപ്പൊ ഏതൊരു വെൽഡിംഗ് മെത്തേഡ് എടുത്താലും, ഫോർ എക്സാമ്പിൾ ആർക്ക് വെൽഡിംഗ് എടുത്താലും, ഗ്യാസ് വെൽഡിംഗ് എടുത്താലും, ഇപ്പൊ തെർമിറ്റ് വെൽഡിംഗ് എടുത്താലും, ഏത് ടൈപ്പ് വെൽഡിംഗ് എടുത്താലും പ്രധാനമായിട്ടും അതിന്റെ പ്രിൻസിപ്പൽ, അതിന്റെ പവർ സോഴ്സസ്, അതിനെ പവർ സോഴ്സ് മാത്രമല്ല അതുമായി ബന്ധപ്പെട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സ്, ദെൻ അവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന പ്രത്യേകമായിട്ട് യൂസ് ചെയ്യുന്ന എക്യുപ്മെന്റ്സ് ഉണ്ടെങ്കിൽ അങ്ങനെ എന്തൊക്കെ പ്രൊസീജിയേഴ്സ് ആണ് നമ്മൾ അവിടെ ചെയ്യുന്നുണ്ടാവുക, അതുമായി ബന്ധപ്പെട്ടുള്ള പാരാമീറ്റേഴ്സ് എന്തൊക്കെയാണ്, ദെൻ അവിടെ നമ്മൾ ഏതൊക്കെ മെറ്റീരിയൽസിലാണ് പ്രധാനമായിട്ടും നമ്മൾ യൂസ് ചെയ്യുന്നത്, ദെൻ അവിടെ നമ്മൾ ആ പർട്ടിക്കുലർ വെൽഡിംഗ് മെത്തേഡ് നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്ന ഡിഫക്റ്റുകൾ എന്തൊക്കെയാണ്, നമുക്ക് അതിനെ എങ്ങനെ നമുക്ക് ഓവർകം ചെയ്യാമെന്നുള്ളതൊക്കെയാണ് പ്രധാനമായിട്ടും നമ്മൾ മനസ്സിലാക്കി പോകേണ്ടതായിട്ടുള്ളത്. ദെൻ അതുമായി ബന്ധപ്പെട്ട് വരുന്ന മാക്സിമം MCQസും അതുപോലെ തന്നെ മാക്സിമം നോട്ട്സും നമ്മൾ പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ് ഒരു കോമൺ ആയിട്ടുള്ള ഒരു മെത്തേഡ് എന്ന് പറയുന്നത് അല്ലെ. ഓരോ മൊഡ്യൂളുകളും എന്താണ് നമുക്ക് പഠിക്കേണ്ടത് എന്നുള്ളതാണ് നമുക്ക് ആദ്യം മനസ്സിലാക്കേണ്ടത് അല്ലെ. നമുക്കറിയാം വെൽഡിംഗ് എന്ന് പറയുന്ന ഒരു ചെറിയ ടോപ്പിക് അല്ല, വളരെ വളരെ വലിയ ടോപ്പിക്കാണ് വെൽഡിംഗ് എന്ന് പറയുന്നത്. സോ നമുക്ക് നമ്മളുടെ ഒരു എക്സാം പോയിന്റ് ഓഫ് വ്യൂല് എന്ത് പഠിക്കണം എന്നുള്ളതാണ് പ്രധാനമായിട്ടും നമുക്ക് മനസ്സിലാക്കേണ്ടതായിട്ടുള്ളത് അല്ലെ. അപ്പൊ നമ്മുടെ കയ്യിൽ വെൽഡിങ്ങിന്റെ പല ടെക്സ്റ്റ് ബുക്കുകൾ നമുക്ക് അവൈലബിൾ ആണ്. അപ്പൊ എല്ലാത്തിനകത്തും പല രീതിയിലായിരിക്കും കാര്യങ്ങൾ, അതായത് ഡെപ്ത് ഓഫ് നോളജ് എന്ന് പറയുന്നത് ഡിഫറെന്റ് ആയിരിക്കും. സോ നമുക്ക് വേണ്ടുന്ന ആ ഒരു ലെവലിലുള്ള ടോപ്പിക്സുകൾ അല്ലെങ്കിൽ നോട്ട്സുകൾ അല്ലെങ്കിൽ ക്ലാസ്സസ് ഒക്കെയാണ് നമുക്ക് നമ്മളുടെ എക്സാം പോയിന്റ് ഓഫ് വ്യൂ നമ്മൾ നോക്കുമ്പോൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യേണ്ടത്.
ഓക്കെ, അപ്പൊ അത് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വേണം നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾക്ക് എന്താണ് സിലബസ് കൃത്യമായിട്ട് ഐഡന്റിഫൈ ചെയ്ത് അതിന് വേണ്ടുന്ന രീതിയിലുള്ള നോട്ട്സുകൾ അല്ലെങ്കിൽ അതിന് വേണ്ടുന്ന രീതിയിലുള്ള ടെക്സ്റ്റ് ബുക്കുകൾ ഫോളോ ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, സോ നെക്സ്റ്റ് നോക്കേ 7 എന്ന് പറയുന്നത് നോക്കി 15 മാർക്സ് ആണ് അല്ലെ. മൊഡ്യൂൾ 7 എന്ന് പറയുന്നത് 15 മാർക്സ് ആണ്. സോ സ്പെഷ്യൽ വെൽഡിംഗ് പ്രോസസ്സുകളാണ് അതിനകത്ത് പഠിക്കേണ്ടതായിട്ടുള്ളത്. ഫോർ എക്സാമ്പിൾ SMAW എന്ന് പറഞ്ഞാൽ എന്താ? സബ്മേർജ്ഡ് ആർക്ക് വെൽഡിംഗ് നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട്. തെർമിറ്റ് വെൽഡിംഗ് അല്ലെ, കെമിക്കൽ എനർജി കൊണ്ടാണ് തെർമിറ്റ് വെൽഡിംഗ് എന്നുള്ളത് സാധാരണഗതിയിൽ നമ്മൾ ഇപ്പോൾ ചോദിക്കാറുള്ളത്. നമ്മൾ റെയിൽവേ ട്രാക്കുകൾ വെൽഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ സാധാരണഗതിയിൽ യൂസ് ചെയ്യുന്ന ഇത്തരത്തിലുള്ള തെർമിറ്റ് വെൽഡിംഗ് ആണെന്നുള്ളത് മനസ്സിലാക്കാം. ദെൻ ഇലക്ട്രോ സ്ലാഗ് വെൽഡിംഗ്, ഫ്രിക്ഷൻ വെൽഡിംഗ്, ലേസർ ബീം വെൽഡിംഗ്, ഇലക്ട്രോൺ ബീം വെൽഡിംഗ് ആൻഡ് ലാസ്റ്റ് വൺ ഈസ് റെസിസ്റ്റൻസ് വെൽഡിംഗ്. അങ്ങനെ ഇതെന്ന് പറയുന്ന ഒരു സ്പെഷ്യൽ വെൽഡിംഗ് പ്രോസസ് അല്ല, മറ്റ് സ്പെഷ്യൽ വെൽഡിംഗ് പ്രോസസ്സുകളാണ് പ്രധാനമായിട്ടും അവർ പറഞ്ഞിരിക്കുന്നത്. സബ്മേർജ്ഡ് ആർക്ക് വെൽഡിംഗ്, തെർമിറ്റ് വെൽഡിംഗ്, ഇലക്ട്രോ സ്ലാഗ് വെൽഡിംഗ്, ഫ്രിക്ഷൻ വെൽഡിംഗ്, ലേസർ ബീം വെൽഡിംഗ്, ഇലക്ട്രോൺ ബീം വെൽഡിംഗ്, റെസിസ്റ്റൻസ് വെൽഡിംഗ്. അപ്പൊ ഇവിടെയൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് അവിടെ ഉണ്ടാകുന്ന ഹീറ്റ് അല്ലെ, എങ്ങനെയാണ് നമ്മൾ ആ ഒരു ഹീറ്റ് ജനറേറ്റ് ചെയ്യുന്നത്. ഫ്രിക്ഷൻ കാരണമാണ് ഹീറ്റ് ജനറേറ്റ് ചെയ്യുന്നുണ്ടാവുക അല്ലെ, എവിടെ? ഫ്രിക്ഷൻ വെൽഡിങ്. റെസിസ്റ്റൻസ് കാരണം അല്ലെ, നമുക്കറിയാം റെസിസ്റ്റൻസ് കൂടുമ്പോൾ അവിടെ ഹീറ്റ് ജനറേഷൻ കൂടും അല്ലെ. സോ റെസിസ്റ്റൻസ് കൂടുമ്പോൾ, ഇപ്പൊ കറണ്ടിനെ പാസ് ചെയ്യാനുള്ള റെസിസ്റ്റൻസ് കൂടുമ്പോൾ അവിടെ ആ ഒരു കറണ്ടിനെ റെസിസ്റ്റ് ചെയ്യുന്ന സമയത്ത് അവിടെ എന്താണ്? ഹീറ്റ് ജനറേഷൻ കൂടും. അപ്പൊ അത്തരത്തിൽ റെസിസ്റ്റൻസ് വെൽഡിങ്ങിനകത്തും അവിടെ റെസിസ്റ്റൻസ് കാരണമാണ് ഹീറ്റ് ജനറേഷൻ ഉണ്ടാവുന്നത്. ലേസർ ബീമിന്റെ ആ ഒരു കൈനറ്റിക് എനർജി ആയിരിക്കും അവിടെ എന്താണ്? ഹീറ്റ് എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നുണ്ടാവുക അല്ലെ. അപ്പൊ അത്തരത്തിൽ തെർമിറ്റ് വെൽഡിങ്ങിനകത്ത് അവിടെ കെമിക്കൽ എനർജി ആയിരിക്കും എന്ത്? ഹീറ്റ് എനർജി ആയിട്ട് അല്ലെ. ഈ പറഞ്ഞ രീതിയിൽ എക്സോതെർമിക് റിയാക്ഷൻ ആയിരിക്കും നടക്കുന്നുണ്ടാവുക, ഹീറ്റ് പുറത്തേക്ക് പോകുന്നുണ്ടാവും അല്ലെ. അപ്പൊ അത്തരത്തിൽ എക്സോതെർമിക് റിയാക്ഷൻ കാരണം അവിടെ തെർമിറ്റ് വെൽഡിങ് നമ്മൾ അവിടെ നടക്കുന്നുണ്ടാവുക. അപ്പൊ അത്തരത്തിൽ സബ്മേർജ്ഡ് ആർക്ക് വെൽഡിംഗ് എന്ന് പറയുമ്പോൾ നമുക്ക് അത്തരത്തിൽ ഫ്യൂംസ് ഒന്നും ഉണ്ടാവില്ല, ഗ്രാന്യൂൾസുകളായിട്ടായിരിക്കും അവിടെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടാവുക. അപ്പൊ അത്തരത്തിൽ നമുക്ക് എന്താണ്? വളരെ ക്ലീൻ ആയിട്ടുള്ള ഒരു വെൽഡിംഗ് മെത്തേഡ് ആണ് സബ്മേർജ്ഡ് ആർക്ക് വെൽഡിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെ ഡിഫറെന്റ് സ്പെഷ്യൽ വെൽഡിംഗ് പർപ്പസ് സ്പെഷ്യൽ വെൽഡിംഗ് പ്രോസസ്സുകളാണ് ആ ഒരു മൊഡ്യൂളുകളിൽ പ്രധാനമായിട്ടും നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. അപ്പൊ ഇതെല്ലാം ഈ ഓരോ ടൈപ്പും നമ്മൾ കൃത്യമായിട്ട് പഠിക്കേണ്ടതുണ്ട് അല്ലെ. നമുക്ക് മൊഡ്യൂൾ 7 15 മാർക്സ് ആണ് മൊഡ്യൂൾ 7 നമുക്ക് മനസ്സിലാക്കേണ്ടതായിട്ടുള്ളത്. 15 മാർക്സിന്റെ ഒരു ഡിസ്ട്രിബ്യൂഷൻ ആണ് അവിടെ, ഒരു വെയിറ്റേജ് മാർക്കാണ് അവിടെ ഉള്ളത്. ഓക്കെ ആണ്. സോ 8ാമത്തെ മൊഡ്യൂളിലേക്ക് വരാം. 8ാമത്തെ മൊഡ്യൂൾ എന്താ? ഇൻസ്പെക്ഷൻ ആൻഡ് ടെസ്റ്റിംഗ് അല്ലെ. ഇൻസ്പെക്ഷൻ ആൻഡ് ടെസ്റ്റിംഗ്. സോ വളരെ ചെറിയൊരു മൊഡ്യൂളാണ്. 5 മാർക്കിന്റെ ഒരു ക്വസ്റ്റ്യൻസ് ആണ്. 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണ് മൊഡ്യൂൾ 8മായി ബന്ധപ്പെട്ട് വരാൻ സാധ്യതയുള്ളത്. അപ്പൊ പ്രധാനമായിട്ടുള്ള ടെസ്റ്റിംഗ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, നമ്മളിപ്പോ ഒരു വെൽഡ് ചെയ്തു അല്ലെ, നമ്മളിപ്പോ 2 പ്ലേറ്റ് എടുത്ത് വെൽഡ് ചെയ്തു. അപ്പൊ വെൽഡ് ചെയ്യുന്ന എന്തിനു വേണ്ടിയിട്ടാണ്? ലോഡിനെ അല്ലെങ്കിൽ അവിടെ ഉണ്ടാവുന്ന ലോഡിനെ താങ്ങാൻ വേണ്ടിയിട്ടാണ് അല്ലെ. സോ 2 പ്ലേറ്റുകൾ ചേർത്ത് വെക്കുമ്പോൾ അവിടെ ഉണ്ടാവുന്ന ആ ഒരു ലിങ്ക് അല്ലെങ്കിൽ ആ ഒരു പർട്ടിക്കുലർ സ്ട്രക്ചറിൽ ലോഡ് ആക്ട് ചെയ്യുന്ന സമയത്ത് എന്താണ്? അതിനെ എന്താണ്? ആ ഒരു ലോഡിനെ ഒപ്പോസ് ചെയ്യുക അല്ലെങ്കിൽ ലോഡിനെ താങ്ങുക എന്നുള്ളതാണ് പ്രധാനമായിട്ടും നമുക്ക് ആ ഒരു പർട്ടിക്കുലർ സ്ട്രക്ചറിന്റെ ഒരു ഫംഗ്ഷൻ എന്ന് പറയുന്നത്. സപ്പോസ് നമ്മളിപ്പോ ഇത്തരത്തിൽ ആ ഒരു വെൽഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ അത്രയും പർട്ടിക്കുലർ ലോഡിനെ താങ്ങാൻ ശേഷി ഇല്ല എന്നുണ്ടെങ്കിൽ അത് ടോട്ടൽ ഫെയില്യൂർ ആണെന്ന് നമുക്ക് മനസ്സിലാക്കാം അല്ലെ. അപ്പൊ അത്തരത്തിൽ നമ്മൾ ചെയ്യുന്ന ആ ഒരു വെൽഡിങ് എത്രത്തോളം സ്ട്രോങ് ആണ് എന്നറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്തരത്തിൽ ടെസ്റ്റിംഗ് നടത്തുന്നുണ്ടാവുക. അല്ലെങ്കിൽ അവിടെ എന്താണ്? എന്തെങ്കിലും ഡാമേജസ് അല്ലെങ്കിൽ എന്തെങ്കിലും ഡിഫക്റ്റുകൾ, എന്തെങ്കിലും ഫോൾട്ടുകൾ ഉണ്ടോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവും? ഇൻസ്പെക്ഷൻസും ടെസ്റ്റിംഗും ഒക്കെ നമ്മൾ ചെയ്യുന്നുണ്ടാവും. അപ്പൊ അത്തരത്തിൽ നോക്കുമ്പോൾ പ്രധാനമായിട്ടും 2 തരത്തിലുള്ള ടെസ്റ്റുകളാണ് ഉള്ളത്. ഒന്ന് ഡിസ്ട്രക്റ്റീവും ഉണ്ട്, നോൺ ഡിസ്ട്രക്റ്റീവും ഉണ്ട് അല്ലെ. ഡിസ്ട്രക്റ്റീവ് എന്ന് പറയുമ്പോൾ നമ്മൾ ചെയ്തിട്ടുള്ള ആ ഒരു വർക്കിനെ എന്താണ്? പൂർണ്ണമായും പൂർണ്ണമായിട്ടും നശിപ്പിച്ചുകൊണ്ട് അല്ലെ, പൂർണ്ണമായിട്ടും ഡാമേജ് സംഭവിച്ചുകൊണ്ട് അല്ലെങ്കിൽ അത് റീസ്റ്റോർ ചെയ്തെടുക്കാൻ പറ്റാത്ത രീതിയിൽ അത് ഡിസ്ട്രക്റ്റീവ് ആയിട്ട് അല്ലെങ്കിൽ അത് പൊട്ടിച്ച് കളഞ്ഞുകൊണ്ടാണ്, ബ്രേക്ക് ചെയ്ത് കളഞ്ഞുകൊണ്ടാണ് നമ്മൾ ടെസ്റ്റിംഗ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ ഡിസ്ട്രക്റ്റീവ് ടെസ്റ്റിംഗ് എന്നും, അതല്ല നമുക്കത് റീയൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് നോൺ ഡിസ്ട്രക്റ്റീവ് ടെസ്റ്റിംഗ് എന്നും പറയും. അപ്പൊ പ്രധാനമായിട്ടുള്ള 2 ടെസ്റ്റിംഗ് ആണ് ഡിസ്ട്രക്റ്റീവും നോൺ ഡിസ്ട്രക്റ്റീവ് ടെസ്റ്റിംഗ്. അതിനകത്ത് വരുന്ന നിരവധി, ഫോർ എക്സാമ്പിൾ നിക്ക് ബെൻഡ് ടെസ്റ്റ്, അങ്ങനെയൊക്കെയുള്ള ടെസ്റ്റുകൾ, നിരവധി ടെസ്റ്റുകൾ ഉണ്ട്. അപ്പൊ ആ ടെസ്റ്റുകളൊക്കെ കൃത്യമായിട്ട് നമുക്ക് വെൽഡിംഗ് പോയിന്റ് ഓഫ് വ്യൂ നമുക്ക് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നിരവധി ടെസ്റ്റുകൾ, ഡിസ്ട്രക്റ്റീവ് ടെസ്റ്റിംഗ് ഉണ്ട്, നോൺ ഡിസ്ട്രക്റ്റീവ് ടെസ്റ്റിംഗും ഉണ്ട്. ഈ 2 കാറ്റഗറിക്കകത്ത് വരുന്ന നിരവധി ടെസ്റ്റുകൾ നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ വെൽഡിംഗ് കോഡുകൾ അല്ലെ, നമ്മൾ പ്രധാനമായിട്ടും നമ്മൾ യൂസ് ചെയ്യുന്ന സ്റ്റാൻഡേർഡുകൾ ഉണ്ടാകും. സോ വെൽഡിംഗ് കോഡ്സ് ആൻഡ് സ്റ്റാൻഡേർഡ്സ്, ദെൻ WPS ആൻഡ് PQR അല്ലെ. WPS എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്കറിയാം വെൽഡിംഗ് പ്രൊസീജിയർ സ്പെസിഫിക്കേഷൻ ആണ് അല്ലെ. ഇത്തരത്തിലുള്ള ഡോക്യുമെന്റുകളാണ്. അതായത് നമുക്ക് കൃത്യമായിട്ട് എങ്ങനെയാണ് ഒരു പർട്ടിക്കുലർ വെൽഡിംഗ് ചെയ്യേണ്ടത്, അതിന്റെ ഒരു റിട്ടേൺ ഡോക്യുമെന്റ് ഉണ്ടാകും. അതാണ് ഈ പറഞ്ഞ രീതിയിൽ വെൽഡിംഗ് പ്രൊസീജിയർ സ്പെസിഫിക്കേഷൻ ഉണ്ടാകും. അതുപോലെ തന്നെ പ്രൊസീജിയർ ക്വാളിഫിക്കേഷൻ റെക്കോർഡ്, PQR എന്ന് പറയുന്നത് പ്രൊസീജിയർ ക്വാളിഫിക്കേഷൻ റെക്കോർഡ് ആണ്. അപ്പൊ ഈ 2 കാര്യങ്ങളും നമ്മൾ ഇത്തരത്തിൽ ഇൻസ്പെക്ഷൻ ആൻഡ് ടെസ്റ്റിംഗുമായി ബന്ധപ്പെട്ട്
അപ്പം ഡിസ്ട്രക്റ്റീവ് നോൺ ഡിസ്ട്രക്റ്റീവ് ടെസ്റ്റിംഗ്, വെൽഡിംഗ് കോഡ്സ് ആൻഡ് സ്റ്റാൻഡേർഡ്സ്, അതുപോലെ തന്നെ WPS-ഉം PQR-ഉം ആണ് പ്രധാനമായിട്ടും മൊഡ്യൂൾ 8 നമുക്ക് പഠിക്കേണ്ടതായിട്ടുള്ളത്. സോ അത് 5 മാർക്കിന്റെ ഒരു ഡിസ്ട്രിബ്യൂഷൻ ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ പ്രധാനമായിട്ടും നമുക്ക് ഇത്തരത്തിൽ ആർക്ക് വെൽഡിങ്, ഗ്യാസ് വെൽഡിങ്, അതുപോലെ തന്നെ സ്പെഷ്യൽ വെൽഡിംഗ് പ്രോസസ്സുകൾ, ദെൻ ഗ്യാസ് മെറ്റൽ ആർക്ക് വെൽഡിങ്, ഓക്കെ, അപ്പൊ അത്തരത്തിൽ അല്ലെങ്കിൽ ടങ്സ്റ്റൺ ഇനേർട്ട് ഗ്യാസ് വെൽഡിങ്, അങ്ങനെയുള്ള വെൽഡിംഗ് മെത്തേഡുകളാണ് പ്രധാനമായിട്ടും നമുക്ക് അവിടെ നമ്മളുടെ ആ ഒരു എക്സാം പോയിന്റ് ഓഫ് വ്യൂ കൂടുതൽ ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ കൂടുതൽ മാർക്സുകൾ അവിടെ വെയിറ്റേജ് ആയിട്ട് കൊടുത്തിട്ടുള്ളത്. ദെൻ മൊഡ്യൂൾ 9 എന്ന് പറയുന്നത് പ്ലാസ്മ കട്ടിംഗ് ആണ്, അല്ലെ? പ്ലാസ്മ കട്ടിംഗ് നമുക്കറിയാം. പ്ലാസ്മ എന്ന് പറഞ്ഞാൽ എന്താണ്? 4th സ്റ്റേറ്റ് നമ്മൾ പറയാറുണ്ട്, അല്ലെ? ഇത്തരത്തിൽ എന്താണ് വളരെയധികം എന്താണ് എനർജി ഉള്ള ഒരു സ്റ്റേറ്റ് ആണ് പ്ലാസ്മ. സോ ആ ഒരു എനർജി ഇൻ ദ സെൻസ് ഹീറ്റ് എനർജി ആയിരിക്കും. സോ അത്രയും ഹൈ എനർജി ഉള്ള പ്ലാസ്മ കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? പ്ലാസ്മ സ്റ്റേറ്റിലേക്ക് കൊണ്ടുവന്നുകൊണ്ട് നമുക്ക് എന്താണ് കട്ടിംഗ് പോസിബിൾ ആണ്, അല്ലെ? സോ കട്ടിംഗ് പ്രോസസ്, പ്രിൻസിപ്പിൾ ഓഫ് ഓപ്പറേഷൻ, കട്ടിംഗ് സിസ്റ്റം, അഡ്വാൻറ്റേജസ് ആൻഡ് പ്രോസസ് വേരിയബിൾസ്, ഈ പറയുന്ന പ്ലാസ്മ കട്ടിങ്ങുമായി ബന്ധപ്പെട്ടുള്ള ആ ഒരു കട്ടിംഗ് പ്രോസസ് എങ്ങനെയാണ്, അവിടുത്തെ ബേസിക് പ്രിൻസിപ്പിൾ എന്താണ്, കട്ടിംഗ് സിസ്റ്റം എങ്ങനെയാണ്, ദെൻ അതുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന അഡ്വാൻറ്റേജസ്, പ്രോസസ് വേരിയബിൾസ്. സോ ഇത്രയാണ് പ്ലാസ്മ കട്ടിങ്ങുമായി ബന്ധപ്പെട്ട് മൊഡ്യൂൾ 9 നമുക്ക് പഠിക്കേണ്ടതായിട്ടുള്ളത്. ഓക്കെ, അപ്പൊ പ്ലാസ്മ കട്ടിങ്, അതുപോലെ തന്നെ ഗ്യാസ് കട്ടിങ് നമ്മൾ നേരത്തെ കണ്ടിരുന്നു. കട്ടിങ്ങുമായി ബന്ധപ്പെട്ട് പ്ലാസ്മ കട്ടിങ്ങും ഗ്യാസ് കട്ടിങ്ങുമാണ് പ്രധാനമായിട്ടും നമ്മുടെ എക്സാം പോയിന്റ് ഓഫ് വ്യൂ സിലബസിൽ കൊടുത്തിരിക്കുന്നത്. സോ മൊഡ്യൂൾ 9 വെറും 2 മാർക്കാണ് അവിടെ നിന്നും വരുന്നുണ്ടാവുക, അല്ലെ? 2 മാർക്കായിരിക്കും. അപ്പൊ ഇത്തരത്തിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് നമുക്ക് ആ ഒരു പർട്ടിക്കുലർ ടോപ്പിക്ക് പഠിക്കാവുന്നേ ഉള്ളൂ. സോ 2 മാർക്സ് ആണ് ആ ഒരു പ്ലാസ്മ കട്ടിങ്ങുമായി ബന്ധപ്പെട്ട് ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യത കൂടുതൽ. ദെൻ മൊഡ്യൂൾ 10 നോക്കിയേ. മൊഡ്യൂൾ 10 ലാസ്റ്റ് മൊഡ്യൂൾ ആണ് മൊഡ്യൂൾ 10 എന്ന് പറയുന്നത്. സോ 3 മാർക്കിന്റെ ഒരു മൊഡ്യൂളാണ് മൊഡ്യൂൾ 10 എന്ന് പറയുന്നത്. റിപ്പയർ ആൻഡ് മെയിൻ്റനൻസ് വെൽഡിംഗ്, അല്ലെ? ഇത്തരത്തിൽ റിപ്പയർ ആൻഡ് മെയിൻ്റനൻസ് ഓഫ് വെൽഡിംഗ് ആണ്. സോ നോക്കിയേ, സർഫേസിംഗ്, അതുപോലെ തന്നെ മെറ്റൽ ബിൽഡപ്പ്, ഹാർഡ് ഫേസിംഗ്, നെസസിറ്റി ഓഫ് പ്രീ ഹീറ്റിംഗ് ആൻഡ് പോസ്റ്റ് ഹീറ്റിംഗ്, അല്ലെ? നമുക്കിവിടെ നമുക്കറിയാം അവിടെ ഹൈ ടെമ്പറേച്ചർ വരുന്നുണ്ടാകും. അപ്പോൾ അവിടെ ഉണ്ടാകുന്ന മെറ്റീരിയൽ എന്താണ്, ഇത് ഇന്റേണൽ ആയിട്ടുള്ള എന്താണ് ചേഞ്ചസ് സംഭവിക്കുന്നുണ്ടാവും. അപ്പോൾ നമ്മൾ അതിനെ ഹീറ്റ് ട്രീറ്റ് ചെയ്യുന്നുണ്ടാകും. സോ അത്തരത്തിൽ ഏതൊക്കെ രീതിയിൽ ഉള്ള ഹീറ്റ് ട്രീറ്റ്മെന്റ് അവൈലബിൾ ആണ്? സോ പ്രീ ഹീറ്റിംഗ് ഉണ്ട്, പോസ്റ്റ് ഹീറ്റിംഗ് ഉണ്ട്, അതുപോലെ തന്നെ ഹാർഡ് ഫേസിംഗ് എന്ന് പറയുമ്പോൾ ഹാർഡ്നെസ്, സർഫസിൽ ഹാർഡ്നെസ് കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താണ് അഡീഷണൽ മെറ്റീരിയലൊക്കെ നമ്മൾ സർഫസിൽ ആഡ് ചെയ്യുന്നുണ്ടാകും. അത്തരത്തിലുള്ള ഹാർഡ് ഫേസിംഗ് പ്രോസസ്സുകൾ, ദെൻ ദാറ്റ് ഈസ് സർഫേസിംഗ് അല്ലെങ്കിൽ മെറ്റൽ ബിൽഡപ്പ് പ്രോസസ്സുകൾ, നെസസിറ്റി, അല്ലെ? പ്രീ ഹീറ്റ് ചെയ്യുന്നതിന്റെ ആവശ്യകത എന്താണ്? സോ നമ്മൾ വർക്ക് ചെയ്തതിന് ശേഷം നമുക്കറിയാം അവിടെ ഹൈ ടെമ്പറേച്ചർ വന്നിട്ട് ബ്രിട്ടിൽ ആവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. സോ അത്തരത്തിൽ നമുക്ക് എന്താണ് പോസ്റ്റ് ഹീറ്റിംഗ് പ്രോസസ്സുകൾ, അല്ലെ? ഇത്തരത്തിൽ നമ്മൾ എന്താണ് വെൽഡ് ചെയ്തതിന് ശേഷം നമ്മൾ എന്താണ് ഹീറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള പോസ്റ്റ് ഹീറ്റിംഗ് പ്രോസസ്സുകൾ, പ്രീ ഹീറ്റിംഗ് പ്രോസസ്സുകൾ, അതിന്റെയൊക്കെ നെസസിറ്റി എന്താണ്, ഹാർഡ് ഫേസിംഗ് എന്താണ്, സർഫേസിംഗ് അല്ലെങ്കിൽ മെറ്റൽ ബിൽഡപ്പ് എന്താണെന്നൊക്കെയാണ് നമുക്ക് റിപ്പയർ ആൻഡ് മെയിൻ്റനൻസ് ഓഫ് ബിൽഡിംഗുമായി ബന്ധപ്പെട്ട് നമ്മൾ പഠിക്കേണ്ടത്. സോ മൊഡ്യൂൾ 10 ആണ്. സോ 3 മാർക്സ് ആണ് അവർ കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഇത്രയാണ് പ്രധാനപ്പെട്ട മോഡ്യൂളുകൾ എന്ന് പറയുന്നത്. അപ്പൊ നമുക്കൊരു സമ്മറൈസ് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് നമ്മളുടെ വെൽഡർ എന്ന് പറയുന്ന ട്രേഡുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ട അല്ലെങ്കിൽ അത്യാവശ്യം നമുക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂല് പഠിക്കേണ്ടതായിട്ടുള്ള ടോപ്പിക്കുകൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രധാനമായിട്ടും നമുക്ക് ഹാൻഡ് ടൂൾസിനകത്ത് മെഷറിംഗ് ടൂൾസുകളുണ്ട്, കട്ടിംഗ് ടൂളുകളുണ്ട്, അതുപോലെ തന്നെ മാർക്കിംഗ് ടൂളുകളും വരുന്നുണ്ട്, അല്ലെ? സ്ക്രൈബേഴ്സ് വരുന്നുണ്ട്. അപ്പൊ അത്തരത്തിൽ മാർക്കിംഗ് മീഡിയ എന്താണെന്ന് പഠിക്കണം. അതുപോലെ തന്നെ സേഫ്റ്റിയും നമുക്ക് എന്താണ് അത്യാവശ്യം നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് സേഫ്റ്റി എന്ന് പറയുന്നത്. സോ സേഫ്റ്റിയും കൂടി നമുക്ക് എന്താണ് അത്യാവശ്യം എക്സാം പോയിന്റ് ഓഫ് വ്യൂ കാര്യങ്ങൾ മനസ്സിലാക്കണം. ഓക്കെ, ദെൻ ഗ്യാസ് കട്ടിംഗ്, അല്ലെ? ഗ്യാസ് കട്ടിംഗ് നമ്മൾ ഓൾറെഡി കണ്ടു. ഗ്യാസ് വെൽഡിംഗ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഏകദേശം 20 മാർക്കോളം ഗ്യാസ് വെൽഡിംഗിൽ നിന്ന് വരുന്നുണ്ട്. 15 മാർക്കോളമാണ് ഗ്യാസ് വെൽഡിംഗിൽ നിന്ന് വരുന്നത്. ആർക്ക് വെൽഡിംഗിൽ നിന്നും 20 മാർക്കോളമാണ് വന്നത്, അല്ലെ? ആർക്ക് വെൽഡിംഗ്. ദെൻ ആർക്ക് വെൽഡിംഗിന്റെ മറ്റ് ഫോമിലേക്ക് വരുവാന്നുണ്ടെങ്കിൽ ഗ്യാസ് മെറ്റൽ ആർക്ക് വെൽഡിംഗ് ഉണ്ട്, ടങ്സ്റ്റൺ ആർക്ക് വെൽഡിംഗ് ഉണ്ട്. ദെൻ സ്പെഷ്യൽ വെൽഡിംഗ് പ്രോസസ്സുകൾ, ഫോർ എക്സാമ്പിൾ ലേസർ വെൽഡിംഗ്, ഇലക്ട്രോൺ ബീം വെൽഡിംഗ്, സ്ലാഗ് വെൽഡിംഗ്, തെർമിറ്റ് വെൽഡിംഗ്, അങ്ങനെയുള്ള സ്പെഷ്യൽ വെൽഡിംഗ് പ്രോസസ്സുകളാണ് മൊഡ്യൂൾ 7. ദെൻ ഇൻസ്പെക്ഷൻ ആൻഡ് ടെസ്റ്റിംഗ്, ദെൻ പ്ലാസ്മ കട്ടിംഗ്, ലാസ്റ്റ് വൺ ഈസ് റിപ്പയർ ആൻഡ് മെയിൻ്റനൻസ് ഓഫ് വെൽഡിംഗ്. അപ്പൊ വളരെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടോപ്പിക്കുകളാണ് നമുക്ക് ഈ 10 മൊഡ്യൂളുകളായിട്ട് നമുക്ക് പഠിക്കേണ്ടതായിട്ടുള്ളത്. അപ്പൊ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്ക് എന്ത് പഠിക്കണം എന്നുള്ളത് കൃത്യമായിട്ടൊരു ഐഡിയ കിട്ടി, അല്ലെ? 10 മൊഡ്യൂളുകളായിട്ട് ഓരോ മൊഡ്യൂളിൽ നിന്നും കൃത്യമായിട്ടുള്ള മാർക്കിന്റെ ഡിസ്ട്രിബ്യൂഷൻ ഉണ്ട്. സോ അതനുസരിച്ച് ഓരോ മൊഡ്യൂളുകളും നമ്മൾ കൃത്യമായിട്ട് പഠിച്ച് മുന്നോട്ട് പോകാവുന്നതേ ഉള്ളൂ. യാതൊരുവിധ സംശയം അതിനകത്തില്ല. അപ്പൊ എന്താണ് പഠിക്കേണ്ടത് എന്നുള്ളത് ആദ്യം നമുക്ക് ക്ലിയർ ആയി. ഓക്കെ, ഫൈൻ. അപ്പൊ നമ്മളുടെ ഒരു ക്വസ്റ്റ്യൻ പാറ്റേൺ നമുക്കറിയാം, 100 മാർക്കിന്റെ എക്സാം ആയിരിക്കും വരുന്നുണ്ടാവുക. ഓക്കെ, അപ്പോൾ സിലബസ് എന്താണെന്ന് മനസ്സിലായി. അപ്പോൾ അതിന്റെ ഒരു ക്വസ്റ്റ്യൻ പാറ്റേൺ എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ടും ഇപ്പോഴത്തെ റീസെന്റ് നടന്നപ്പോൾ ലാസ്റ്റ് ഇപ്പൊ ഏറ്റവും ഒടുവിൽ നടന്ന എക്സാം എന്ന് പറയുന്നത് നമുക്കറിയാം ഷീറ്റ് മെറ്റൽ എക്സാം, അല്ലെ? നമുക്കറിയാം ട്രേഡ്സ്മാൻ ഷീറ്റ് മെറ്റൽ നമ്മൾ കണ്ടിരുന്നു.
സോ അവിടുത്തെ ഒരു പ്രത്യേകത എന്തായിരുന്നു? വളരെയധികം നല്ല സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ, അതായത് വളരെ നല്ല സ്റ്റാൻഡേർഡ് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു നമ്മൾ കണ്ടത് അല്ലെ. അവിടെ നോക്കിയ ഏകദേശം ഒരു 20 മുതൽ 25 ക്വസ്റ്റ്യൻ എന്തായിരുന്നു? സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആയിരുന്നു. അപ്പൊ നമുക്ക് ഈ ഒരു എക്സാം പോയിന്റ് ഓഫ് വ്യൂ, അതായത് വെൽഡർ എന്ന് പറയുന്ന എക്സാം നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത്, നമ്മൾ കാര്യങ്ങൾ പഠിക്കുന്ന സമയത്ത് കൃത്യമായിട്ട് നമുക്ക് എന്താണ്, വെറുതെ നമ്മളൊരു MCQ പോയിന്റ് ഓഫ് വ്യൂ മാത്രം പഠിച്ചു പോകാണ്ട് നമുക്ക് പഠിക്കുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് ഒരു ഐഡിയ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് വേണം പഠിക്കാൻ. നമുക്കൊരു സ്റ്റേറ്റ്മെന്റ് തന്നാൽ അത് കൃത്യമാണോ അല്ലെങ്കിൽ അത് കറക്റ്റ് ആണോ അത് റോങ് ആണോ എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യാനുള്ള രീതിയിൽ വേണം നമ്മൾ മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട്. സോ നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറുകൾ ഇപ്പൊ നിലവിലത്തെ ഒരു ട്രെൻഡ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കഴിവതും എന്താണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഒഴിവാക്കിക്കൊണ്ട്, അല്ലെങ്കിൽ മറ്റ് ഗൈഡിൽ അല്ലെങ്കിൽ മറ്റ് ഇന്റർനെറ്റുകളിൽ അവൈലബിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒഴിവാക്കിക്കൊണ്ട് പുതിയ രീതിയിൽ അല്ലെങ്കിൽ പുതുതായിട്ടുള്ള ക്വസ്റ്റ്യൻസ് കഴിവതും ഇടണം എന്നുള്ള രീതിയിലാണ് പൊതുവെ ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് അല്ലെങ്കിൽ ഇൻസ്ട്രക്ഷൻസ് പോയിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ പ്രധാനമായിട്ടും അവരെന്താണ്, ഒരു ക്വസ്റ്റ്യൻ അവർ അല്ലെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ തയ്യാറാക്കുന്ന സമയത്ത് പുതിയ തരത്തിലുള്ള ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ നേരത്തെ ചോദിക്കാത്ത തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് കൂടുതലും അവർ സമയമെടുത്ത് തന്നെയാണ് പ്രിപ്പയർ ചെയ്യുന്നത്. സോ അത് നമുക്ക് മനസ്സിലാക്കിക്കൊണ്ട് വേണം നമ്മൾ പഠിക്കാൻ അല്ലെ. സോ ബേസിക് ക്വസ്റ്റ്യൻസ് ഒരു 60% ഏകദേശം ഒരു 60% ബേസിക് ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രതീക്ഷിക്കാം. ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം. ദെൻ എന്താണ്, ഇത്തരത്തിൽ പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അതുമായി ബന്ധപ്പെട്ട് നമുക്ക് ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം. സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രതീക്ഷിക്കാം. അത് കൃത്യമായിട്ട് ഏകദേശം 20-25 ക്വസ്റ്റ്യൻസ് നമുക്ക് എന്തായാലും നമുക്ക് പ്രതീക്ഷിക്കേണ്ടതായിട്ടുണ്ട്. സോ ആ ഒരു രീതിയിലേക്ക് നമ്മൾ നമ്മളുടെ ആ ഒരു പാറ്റേൺ, നമ്മളുടെ ആ ഒരു സ്റ്റഡി പാറ്റേൺ കൃത്യമായിട്ട് ക്രമീകരിച്ചു കഴിഞ്ഞാൽ ഈസി ആയിട്ട് നമുക്ക് എന്താണ് ആ ഒരു ക്വസ്റ്റ്യൻസ് നമുക്ക് കൃത്യമായിട്ട് ക്രാക്ക് ചെയ്യാൻ സാധിക്കും. സോ ലാസ്റ്റ് കുറച്ച് റാങ്ക് മേക്കിംഗ് ക്വസ്റ്റ്യൻസ് ഉണ്ടാകും, ടഫ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാകും. അതൊരു 10% നമുക്ക് ക്വസ്റ്റ്യൻസ് അങ്ങനെ പ്രതീക്ഷിക്കാം. ആ ഒരു രീതിയിലുള്ള ഹൈ അല്ലെങ്കിൽ എന്താണ് റാങ്ക് മേക്കിംഗ് ആയിട്ടുള്ള ട്വിസ്റ്റിംഗ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ ആ ഒരു 10 എണ്ണത്തിനകത്ത് നമുക്ക് ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം. അപ്പൊ അങ്ങനെയാണ് പൊതുവെ ഒരു ക്വസ്റ്റ്യന്റെ ഒരു പാറ്റേൺ എന്ന് പറയുന്നത് കൃത്യമായിട്ട് മനസ്സിലാക്കാം. സോ നമുക്ക് നമ്മളുടെ മുന്നിൽ നിലവിൽ നമുക്ക് ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ നമുക്ക് നിലവിൽ പ്രൊഫൈൽ എല്ലാവരും ആക്റ്റീവ് ആണ്. സോ നമുക്കത് നോട്ടിഫിക്കേഷനുമായി അവൈലബിൾ ആണ്. സോ എല്ലാവരും അത് അപ്ലൈ ചെയ്യുക. അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് നമ്മളുടെ ആ ഒരു രീതിയിൽ അല്ലെങ്കിൽ നമ്മളുടെ ആ ഒരു സ്ട്രാറ്റജി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സോ ടോപ്പിക് വൈസ് ഉള്ള ക്ലാസ്സസ് നമ്മൾ അവൈലബിൾ ആണ്. സോ അതിൽ നിന്നും നമുക്ക് എന്താണ് ഈസി ആയിട്ട് നമുക്ക് ഓരോ മൊഡ്യൂൾ വൈസ് ടെസ്റ്റ് പേപ്പറുകൾ അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ എന്താണ് നമ്മുടെ ആ ഒരു എക്സാംസ് നമ്മൾ അവൈലബിൾ ആണ്. സോ നിങ്ങൾക്ക് ആ എക്സാംസ് MCQ ക്വസ്റ്റ്യൻസ്, നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്, അതുപോലെ തന്നെ നമുക്ക് വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടുള്ള ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ ബാങ്ക് അവൈലബിൾ ആണ്, അല്ലെങ്കിൽ ടെസ്റ്റ് സീരീസുകൾ അവൈലബിൾ ആണ്. സോ ഓരോ ക്ലാസ് കഴിയുമ്പോഴും അതുമായി ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്തുകൊണ്ട് കൃത്യമായിട്ട് ഫോളോ അപ്പ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പൊ ആദ്യം ചെയ്യേണ്ടത് അനലൈസ് സിലബസ് ഇൻ ദ മൊഡ്യൂൾ ഇൻ ഡീറ്റെയിൽസ് അല്ലെ. നമ്മൾ അതാണ് ഇപ്പോൾ ചെയ്തത് അല്ലെ. കൃത്യമായിട്ട് മൊഡ്യൂളുകൾ അനലൈസ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ മൊഡ്യൂളുകളിലുള്ള സിലബസുകൾ അല്ലെങ്കിൽ സിലബസിലുള്ള ആ ടോപ്പിക്കുകൾ കൃത്യമായിട്ട് ഓരോ മൊഡ്യൂളിൽ എങ്ങനെയാണെന്നുള്ളത് നമ്മൾ ചെയ്യാം. അതിനുശേഷം നമ്മൾ ഡിവൈഡ് ചെയ്യാം അല്ലെ, മൊഡ്യൂൾസ് ആസ് പെർ ദ വെയിറ്റേജ് അല്ലെ. വെയിറ്റേജ് അനുസരിച്ച് മൊഡ്യൂൾ നമുക്ക് നോക്കി ഇപ്പം 20 ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ആർക്ക് വെൽഡിങ് 20 മാർക്കോളം നമ്മൾ വരുന്നുണ്ട് അല്ലെ. സോ ആർക്ക് വെൽഡിംഗ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മൊഡ്യൂൾ ആണ്. ഓക്കെ, അപ്പൊ അത് നമ്മൾ എന്താണ് കൂടുതൽ സമയം എടുത്ത് വേണം ആ ഒരു മൊഡ്യൂൾ നമുക്ക് കവർ ചെയ്യാൻ. ബാക്കി ചിലപ്പോൾ എന്താണ് സേഫ്റ്റി അല്ലെങ്കിൽ ഹാൻഡ് ടൂൾസ് എന്ന് പറയുന്നത് 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ് വരുന്നത്. അപ്പൊ അത്തരത്തിലുള്ള ആ ഒരു ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ വേണം നമുക്ക് ആ ഒരു പർട്ടിക്കുലർ മൊഡ്യൂളിനെ നമ്മൾ ഫോക്കസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ എത്രത്തോളം മാർക്കുകൾ ഉള്ള ഡിസ്ട്രിബ്യൂഷൻ ഉള്ള മൊഡ്യൂളുകളാണോ ആ മൊഡ്യൂൾസുകൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് കരുതുക അല്ലെ. അതുപോലെ തന്നെ കൃത്യമായിട്ടുള്ള സ്റ്റഡി മെറ്റീരിയൽസ്, നമ്മുടെ ക്ലാസ്സസ് അല്ലെങ്കിൽ സ്റ്റഡി മെറ്റീരിയൽസ്, നോട്ട്സുകൾ, ദെൻ അതുപോലെ തന്നെ എന്താണ് നമ്മുടെ ക്വസ്റ്റ്യൻസ്, MCQ ക്വസ്റ്റ്യൻസ്, കൃത്യമായിട്ട് അഡീഷണൽ ക്വസ്റ്റ്യൻസ് നിങ്ങൾ തന്നെ കളക്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പൊ അത്തരത്തിൽ ടെക്സ്റ്റ് ബുക്ക് എന്ന് പറയുന്നത് നമുക്കറിയാം നിമി ബേസ്ഡ് ആയിട്ടുള്ള എക്സാം ആണ്. സോ അതുകൊണ്ട് തന്നെ വെൽഡറിന്റെ ടെക്സ്റ്റ് ബുക്ക് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. bharatskills.com ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് അവിടെ നമ്മളുടെ നിമി ടെക്സ്റ്റ് ബുക്ക് വെൽഡറിന്റെ നമുക്ക് അവൈലബിൾ ആണ്. സോ അത് ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്തെടുക്കുക, അതിന്റെ പ്രിന്റ് ഔട്ട് എടുക്കുക. സോ അവിടെ നിന്നും നമുക്ക് എന്താണ് നമ്മുടെ ആ ഒരു പ്രിപ്പറേഷൻ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. സോ പ്രിപ്പയർ ദ കണ്ടന്റ് ബേസ്ഡ് ടൈം ടേബിൾ ആൻഡ് സ്റ്റഡി സ്റ്റാർട്ട് ലേണിംഗ്. അതായത് നമ്മുടെ ആ ഒരു ടൈം ടേബിൾ പ്രകാരം നമുക്കറിയാം ഒരാഴ്ച നമ്മളുടെ ക്ലാസ്സസ് 1 by 1 ഓരോ മൊഡ്യൂളുകളും നമ്മൾ ക്ലാസ്സസ് ഫോളോ ചെയ്യുക, അതുമായി ബന്ധപ്പെട്ട് നോട്ട്സുകൾ പ്രിപ്പയർ ചെയ്ത് പഠിക്കുക, അത് റിവൈസ് ചെയ്യുക അല്ലെ. അത് ഓരോ വീക്കിലും അത് റിവൈസ് ചെയ്യുക. വീക്കിലി റിവിഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ തന്നെ ഫൈൻഡ് ഔട്ട് മാക്സിമം ക്വസ്റ്റ്യൻ ആൻഡ് ആൻസേഴ്സ് ഫ്രം ഈച്ച് ടോപ്പിക് അല്ലെ. ഓരോ ടോപ്പിക്കിൽ നിന്നും എത്രത്തോളം ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് അല്ലെങ്കിൽ എത്രത്തോളം ഡേറ്റ അല്ലെങ്കിൽ കണ്ടന്റ് അല്ലെങ്കിൽ അഡീഷണൽ പോയിന്റുകൾ നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റും അല്ലെങ്കിൽ കണ്ടെത്താൻ സാധിക്കും, അതൊക്കെ കണ്ടെത്തി ആ ഒരു പർട്ടിക്കുലർ പോയിന്റിലേക്ക് നിങ്ങൾ ആഡ് ഓൺ ചെയ്യുക.
ഓക്കെ, അല്ലെങ്കിൽ ശ്രദ്ധിക്കുക, അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസും കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മളിപ്പോ കേരള PSC തന്നെ ആവണമെന്നില്ല. നമുക്കിപ്പോ വേണമെങ്കിൽ UPSCയുടെ എക്സാംസ് ഇത് നിലവിൽ വെൽഡർ ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ ISRO അല്ലെ, ISRO അല്ലെങ്കിൽ BSSC, ഇപ്പൊ ISROയുടെ വെൽഡർ തസ്തികയിലേക്കുള്ള എക്സാംസ് കണ്ടക്ട് ചെയ്തിട്ടുണ്ടാകും. അതിന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനിലേക്ക് പോകാം. അപ്പൊ ആ ഒരു പർട്ടിക്കുലർ എക്സാമിന് പ്രീവിയസ് ഇയറിൽ ആ ഒരു ലെവലിൽ, അതായത് നമ്മുടെ IT ലെവൽ തന്നെയാണ്, ആ ലെവലിലെ എക്സാംസിൽ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ എന്തൊക്കെയാണ്, അപ്പൊ അതുമായി ബന്ധപ്പെട്ട് നമ്മളുടെ ടോപ്പിക്കിൽ ഏതൊക്കെ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്, അപ്പൊ അങ്ങനെയുള്ള അഡീഷണൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ ഫൈൻഡ് ഔട്ട് ചെയ്ത് അത് കൃത്യമായിട്ട് ആഡ് ഓൺ ചെയ്യുക. ഓക്കെ, ദെൻ ലാസ്റ്റ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അല്ലെ, ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് മാക്സിമം കളക്ട് ചെയ്തുകൊണ്ട് അല്ലെ, നമ്മുടെ സൈറ്റിൽ നമുക്ക്, അതായത് നമ്മുടെ കേരള PSC സൈറ്റിൽ നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ മറ്റ് സംസ്ഥാനങ്ങളുടെ PSCയുടെ സൈറ്റുകളിലും അതാത് എക്സാംസ്, അതായത് വെൽഡർ എക്സാംസിന്റെ ഒക്കെ നിരവധി ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അവൈലബിൾ ആണ്, അല്ലെങ്കിൽ UPSC എക്സാംസിന്റെ അവൈലബിൾ ആണ്. അങ്ങനെ അല്ലെന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള കേന്ദ്ര ഗവൺമെന്റിന്റെ സ്ഥാപനങ്ങളിൽ നടത്തിയിട്ടുള്ള എക്സാംസിന്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അവൈലബിൾ ആണ്. സോ മാക്സിമം ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് കളക്ട് ചെയ്യുക, അത് സോൾവ് ചെയ്യുക, അത് പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് നമ്മളുടെ ആ ഒരു ഒന്നാം അല്ലെങ്കിൽ വളരെ ടോപ്പ് റാങ്കിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ. സോ ഇത് നമ്മൾ ടൈം ടേബിൾ ആയിട്ട് നമുക്ക് നമ്മളുടെ എന്താണ് കോഴ്സിൽ അല്ലെ, വളരെ കോമ്പാക്ട് ആയിട്ട് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. സോ അത്തരത്തിൽ മോഡ്യൂൾ വൈസ് ക്ലാസ്സസ് അവൈലബിൾ ആയിരിക്കും. ആ ഓരോ മോഡ്യൂളിലും ഓരോ ടോപ്പിക് കഴിയുമ്പോഴും ആ പർട്ടിക്കുലർ ടോപ്പിക്കുമായി ബന്ധപ്പെട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്, അതുപോലെ തന്നെ MC ക്വസ്റ്റ്യൻസ് അവൈലബിൾ ആണ്. സോ നിങ്ങൾക്ക് അത് നമ്മളുടെ ആ ഒരു ടെസ്റ്റ് സീരീസിനകത്ത് നമുക്കത് ഓരോ മോഡ്യൂൾ വൈസ് നമുക്ക് ചെയ്യാൻ സാധിക്കും. സോ ആ ഒരു രീതിയിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു ഐഡിയ കിട്ടും, പ്രധാനമായിട്ടും ഏതൊക്കെ രീതിയിലാണ് ക്വസ്റ്റ്യൻസ് വരുന്നത് എന്നുള്ളത് ഒരു ഐഡിയ കിട്ടും. അപ്പൊ ഇങ്ങനെയാണ് നമുക്ക് എന്താണ് ഇത്തരത്തിൽ നമുക്ക് ഈ ഒരു ട്രേഡ്സ്മാൻ വെൽഡർ എന്ന് പറയുന്ന ഒരു തസ്തിക അല്ലെങ്കിൽ ആ ഒരു പോസ്റ്റിലേക്ക് നമുക്ക് എത്തണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ എന്നുള്ള കൃത്യമായിട്ടൊരു ഐഡിയ നമുക്ക് വേണം. അപ്പൊ പ്രധാനമായിട്ട് എന്താണ് നമുക്ക് പഠിക്കേണ്ടത് എന്നുള്ളതാണ് പ്രധാനമായിട്ടും നമുക്ക് മനസ്സിലാക്കേണ്ടത്. അത് ഈ ഒരു വെബിനാർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതാണ്. കൃത്യമായിട്ട് എല്ലാവരും 17-ാം തീയതിക്കുള്ളിൽ അപ്ലൈ ചെയ്യുക. അതിനുശേഷം എന്താണ് നമുക്ക് പഠിക്കേണ്ടത്, ഓക്കെ, എങ്ങനെയാണ് നമുക്ക് പഠിക്കേണ്ടത്, എന്തൊക്കെയാണ് നമ്മൾ പഠിക്കേണ്ടത്, എന്തൊക്കെ റെഫറൻസസ് ആണ് കിട്ടേണ്ടത്, ഓക്കെ. അപ്പൊ എന്താണ് പഠിക്കേണ്ടത് എന്നുള്ള സിലബസ് ഓൾറെഡി നമ്മൾ കണ്ടു. ഓരോ ടോപ്പിക് ബൈ ടോപ്പിക് അല്ലെങ്കിൽ ഓരോ മോഡ്യൂൾ വൈസ് കണ്ടു. ഓരോ മോഡ്യൂളിൽ നിന്നും കിട്ടേണ്ട മാർക്ക് എത്രയാണ് നമ്മൾ കണ്ടു. സോ അതിനുശേഷം റെഫറൻസ്, നമുക്ക് വേണ്ടുന്ന റെഫറൻസ് ബുക്കുകൾ ഏതൊക്കെയാണ് പ്രധാനമായിട്ടും. നമുക്ക് വെറുതെ പഠിക്കാൻ പറ്റില്ലല്ലോ, കൃത്യമായിട്ടുള്ള റെഫറൻസ് ബുക്കുകൾ അല്ലെ, കൃത്യമായിട്ട് നമ്മളെ ഗൈഡ് ചെയ്യുന്ന റെഫറൻസ് ബുക്കുകൾ നമുക്ക് അവൈലബിൾ ആണ്. സോ വെൽഡിംഗ് ട്രേഡ് തിയറി NSQF ലെവൽ 3 ട്രേഡ് തിയറി നിമി അല്ലെ, അത്തരത്തിൽ ലെവൽ 3യിലുള്ള ട്രേഡ് തിയറി അവൈലബിൾ ആണ്. സോ അത് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. സോ bharatskills.com പോയി കഴിഞ്ഞാൽ അത് നമുക്ക് കൃത്യമായിട്ട് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ അഡീഷണൽ ആയിട്ടുള്ള റെഫറൻസിന് വേണ്ടിയിട്ട് ഏഷ്യൻ വെൽഡേഴ്സ് ട്രേഡ് തിയറി, ഏഷ്യന്റെ വെൽഡറിന്റെ ട്രേഡ് തിയറി അവൈലബിൾ ആണ്. സോ NSQF ലെവൽ 3 തന്നെയാണ്, സെമസ്റ്റർ 1ഉം 2ഉം ഉണ്ടാവും. അതുപോലെ തന്നെ നീൽകന്ത് വെൽഡർ തിയറി ഫസ്റ്റ് ഇയർ ഇംഗ്ലീഷ് NSQF ലെവൽ 3 ITA ബൈ സന്തോഷ് ചൗഹാൻ. അത്തരത്തിൽ 3 റെഫറൻസ് ബുക്കുകൾ കൊടുത്തിരിക്കുന്നതേ ഉള്ളൂ. പക്ഷേ പ്രധാനമായിട്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, എല്ലായ്പ്പോഴും ഫോക്കസ് ചെയ്യാൻ നിമിയുടെ ടെക്സ്റ്റ് ബുക്ക് തന്നെ എല്ലാവരും ഫോളോ ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് നിമിയുടെ ടെക്സ്റ്റ് ബുക്ക് അവൈലബിൾ ആണ്. സോ bharatskills.gov.in നിങ്ങൾ പോയി കഴിഞ്ഞാൽ നമുക്ക് നിമിയുടെ ടെക്സ്റ്റ് ബുക്ക് അവൈലബിൾ ആണ്. ദെൻ മറ്റ് ടോപ്പിക്സ് വൈസ് ആയിട്ടുള്ള MCQസും മറ്റ് നോട്ടുകളും നമുക്ക് അവൈലബിൾ ആക്കാൻ വേണ്ടിയിട്ട് textbook.com അവൈലബിൾ ആണ്. examveda.com നിന്നും നിരവധി MCQ ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്യാൻ സാധിക്കും. ദെൻ sandfoundry.com നമുക്ക് തരത്തിലുള്ള MCQ ക്വസ്റ്റ്യൻസ് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ncvtonline.com വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മറ്റൊരു സൈറ്റ് ആണ് ncvtonline.com അല്ലെ. ഇത്തരത്തിൽ നമുക്കറിയാം എന്താണ് SCVT സർട്ടിഫിക്കറ്റ് NCVT സർട്ടിഫിക്കറ്റും ഉണ്ട് അപ്പൊ ITA ലെവലിൽ. അപ്പൊ അത്തരത്തിൽ ncvtonline.com നിങ്ങൾക്ക് പോയി കഴിഞ്ഞാൽ വെൽഡർ സെലക്ട് ചെയ്തുകൊണ്ട് വെൽഡറിനകത്ത് നമുക്ക് മാക്സിമം ക്വസ്റ്റ്യൻസ് ചെയ്യാൻ സാധിക്കും. ncvtonline.com വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഭാരത് സ്കിൽസിൽ നമുക്ക് നിമി ടെക്സ്റ്റ് ബുക്ക് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. മറ്റ് ഒബ്ജക്റ്റീവ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് objectivebooks.com എന്ന് പറയുന്ന സൈറ്റ് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പൊ പ്രധാനമായിട്ടുള്ള നമ്മളുടെ വെബ്സൈറ്റ്സുകൾ. ഇത് മാത്രമല്ല, നിങ്ങൾ ജസ്റ്റ് സെർച്ച് ചെയ്താൽ മതി. ഗൂഗിൾ എടുത്തിട്ട് നിങ്ങൾക്ക് ഏതെങ്കിലും ടോപ്പിക് സെർച്ച് ചെയ്യുന്ന സമയത്ത് കുറെ അധികം സൈറ്റുകൾ വരുന്നുണ്ടാകും. അതൊക്കെ നിങ്ങൾക്ക് ജസ്റ്റ് ഒരു അഡീഷണൽ റെഫറൻസ് എന്ന നിലയിൽ നമുക്ക് പോയിന്റ് ഔട്ട് ചെയ്യാൻ സാധിക്കും. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ചോദിക്കാൻ? ഓക്കെ, ഫൈൻ. സോ ഇത്രയാണ് നമുക്ക് ഇന്നത്തെ ഒരു സെഷനിൽ, അതായത് ഈ പറയുന്ന ട്രേഡ്സ്മാൻ വെൽഡർ എന്ന് പറയുന്ന നമ്മളുടെ തസ്തികയുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം എല്ലാവർക്കും അപ്ലൈ ചെയ്യാൻ സാധിക്കുന്ന ഒരു തസ്തിക തന്നെയാണ് ട്രേഡ്സ്മാൻ വെൽഡർ എന്ന് പറയുന്നത്. സോ 17-ാം തീയതിയാണ്, 17/7/2024 ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത്. സോ നമ്മുടെ പ്രൊഫൈലിൽ ആക്റ്റീവ് ആണ്. എല്ലാവരും ഇന്ന് തന്നെ ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവരും ഇന്ന് തന്നെ അത് അപ്ലൈ ചെയ്യാം.
അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ എനസ്റ്റ് അക്കാഡമിയുടെ ഡിസൈൻഡ് ആയിട്ടുള്ള കോഴ്സ് അവൈലബിൾ ആണ്. സോ നിങ്ങൾക്ക് ആ ഒരു ഡെമോ ക്ലാസ്സിലൂടെ നിങ്ങൾക്ക് കടന്നു പോകാം. അപ്പോൾ അതിലൂടെ നിങ്ങൾക്ക് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ടുള്ള രീതിയിലാണ് നമ്മൾ പാറ്റേൺ, കൃത്യമായിട്ടുള്ള രീതിയിൽ കോമ്പാക്റ്റ് ആയിട്ടും നല്ല രീതിയിൽ നല്ലൊരു പാറ്റേണിലാണ് നമ്മൾ ആ ഒരു കോഴ്സ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഓരോ മൊഡ്യൂളുകളുടെയും ക്ലാസ്സസ്, അതുപോലെ തന്നെ ഓരോ ടോപ്പിക് വൈസ് ക്ലാസ്സസ്, അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ടുള്ള MCQ ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മുടെ ആപ്പിൽ അവൈലബിൾ ആണ്. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? ഹലോ സാറേ. പറഞ്ഞോളൂ. ഞാനിത് വീഡിയോയിൽ പകുതിക്കാണ് ചേർന്നത്. അപ്പോ ഇതില് എന്റെ ഡൗട്ട് എന്ന് വെച്ചാൽ എന്റെ ക്വാളിഫിക്കേഷൻ ഇപ്പൊ ഡിപ്ലോമ മെക്കാനിക്കലാണ്. അപ്പോ അത് വെച്ചിട്ട് ഞാൻ അപ്ലൈ ചെയ്തത്. ഇപ്പൊ ഭാവിയിൽ അത് ഒഴിവാക്കാൻ പ്രശ്നം ഉണ്ടാവോ? നിലവിലെ ട്രേഡ്സ്മാൻ ക്വാളിഫിക്കേഷൻ, ട്രേഡ്സ്മാൻ എന്ന് പറയുന്നത് ഒരു ടീച്ചിങ് തസ്തികയാണ്. അപ്പോൾ PSCയുടെ തന്നെ അല്ലെങ്കിൽ മറ്റൊരു ക്വാളിഫിക്കേഷൻ, അതായത് മറ്റൊരു ട്രേഡിന്റെ അതായത് ഒരു സർട്ടിഫിക്കറ്റ് തന്നെ ഉണ്ട്. അതായത് ട്രേഡ്സ്മാൻ തസ്തികയിലേക്ക് ഇതിന് ബിടെക് ഹയർ ക്വാളിഫിക്കേഷൻ അക്സെപ്റ്റബിൾ ആണെന്നുള്ള രീതിയിലുള്ള ഒരു സർട്ടിഫിക്കറ്റ് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ അതിനകത്ത് ട്രേഡ്സ്മാൻ അങ്ങനെ ഒരു ക്വാളിഫിക്കേഷനകത്ത് ഇഷ്യൂ വരും തോന്നുന്നില്ല. കാര്യം തന്നെയല്ല നമ്മളുടെ സൈറ്റിൽ അവർ പ്രത്യേകം ഇത്തരത്തിൽ വളരെ ഇലാബറേറ്റ് ആയിട്ട് ആ ഒരു ക്വാളിഫിക്കേഷൻ അവർ കൊടുത്തിട്ടുണ്ട്, ഈ ട്രേഡ്സ്മാൻ ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞിട്ടേ. അപ്പൊ അതിനകത്ത് പോളിടെക്നിക്, ഡിപ്ലോമ, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് അതിനകത്ത് വലിയ ബുദ്ധിമുട്ട് വരാൻ സാധ്യത വളരെ കുറവാണ്. ഓക്കെ, ഇത് 3 വർഷത്തെ ലിസ്റ്റ് ആയിരിക്കും. അപ്പൊ ഏകദേശം മാക്സിമം എത്രത്തോളം വേക്കൻസി വരും? ഇത് നിലവിൽ 16 കാണിക്കുന്നത്. നിലവിൽ ഇതിന് തൊട്ട് മുന്നേ വരെ നമ്മൾ ഡിസ്ട്രിക്ട് വൈസ് ആയിരുന്നുള്ള എക്സാം കണ്ടക്ട് ചെയ്തുകൊണ്ടിരുന്നത്. ഇനി അങ്ങോട്ട് സ്റ്റേറ്റ് വൈഡ് ആയതുകൊണ്ട് നെക്സ്റ്റ് ഇനിയിപ്പോ നമ്മൾ RTA കൊടുക്കേണ്ടി വരും. അതായത് ഇനി അടുത്ത 3 വർഷം കൊണ്ട് ഈ പറയുന്ന നമ്മളുടെ അതായത് ട്രേഡ്സ്മാൻ വെൽഡറിൽ നിന്നും എത്ര പേര് ഒന്നെങ്കിൽ പ്രൊമോഷൻ ആകുന്നു അല്ലെങ്കിൽ റിട്ടയർ ആകുന്നു, അതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും അഡീഷണൽ വേക്കൻസീസ് വരുന്നുണ്ടാവുക. അപ്പൊ നിലവിൽ 16 ഉണ്ട് എന്നുള്ളതാണ് അതിന്റെ പ്രത്യേകത. 16 എന്ന് പറയുന്നത് ചെറിയ സംഖ്യയായിട്ട്. അതായത് ഇതിപ്പോ നോട്ടിഫിക്കേഷൻ വന്ന് ഇനിയിപ്പോ ഏകദേശം ഏത് മാസമായിരിക്കും എക്സാം ഉണ്ടാവുമെന്ന് അറിയാൻ പറ്റുമോ? എക്സാം എന്തായാലും നെക്സ്റ്റ് ഇയറേ ഉണ്ടാവുള്ളൂ. നെക്സ്റ്റ് ഇയർ ആയിരിക്കും എക്സാം. കാര്യം നിലവിലുള്ള ഒരു ചാർട്ട് ഓൾറെഡി ഈ കൊല്ലം നടക്കേണ്ട എക്സാംസിന്റെ ഒരു ഷെഡ്യൂൾ ആയിട്ടുണ്ടല്ലോ ഓൾറെഡി. അപ്പോൾ നെക്സ്റ്റ് ഇയറിൽ നമുക്ക് ഈ ഒരു എക്സാം പ്രതീക്ഷിക്കാം. അപ്പൊ നെക്സ്റ്റ് ഇയർ ഓൺവേർഡ്സ് ചിലപ്പോൾ നെക്സ്റ്റ് ഇയറിൽ ഷെഡ്യൂൾ, ആ ഒരു വർഷം നടക്കുന്ന എക്സാമിന്റെ ഷെഡ്യൂൾ ഇടും. അപ്പൊ ആ സമയത്ത് നമുക്ക് ഏത് മാസത്തിലാണ് നമുക്ക് ടെൻറ്റേറ്റീവ് ആയിട്ടുള്ള ഒരു ഡേറ്റ്, ടെൻറ്റേറ്റീവ് ആയിട്ടുള്ള ഒരു മന്ത് നമുക്ക് അറിയാൻ പറ്റും ഏത് മാസത്തിലായിരിക്കും നടക്കാൻ സാധ്യതയുള്ളത്. നെക്സ്റ്റ് ഇയറിലേക്ക് എക്സാം നടക്കും. വേറെ എന്തെങ്കിലും ക്വയറി ഉണ്ടോ? അപ്പോ ഇതിന്റെ കോഴ്സ് ഫീ എത്രയാണ്? കോഴ്സ് ഫീസിന് നമ്മളുടെ നമ്പറിൽ, ഈ പറഞ്ഞ രീതിയിൽ നമ്മളുടെ ആ ഒരു പോസ്റ്ററിനകത്ത് നമ്പർ ഉണ്ട്. അപ്പൊ ആ നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ. അപ്പൊ അത് ഡീറ്റെയിൽസ് ആ ഒരു നമ്പറിൽ നിങ്ങൾ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി. ഫീയുടെ സ്ട്രക്ചർ നിലവിൽ അറിയില്ല. ശരി, ഓക്കെ. വേറെ എന്തെങ്കിലും ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. ഓക്കെ, അപ്പൊ എല്ലാവരും നല്ല രീതിയിൽ നമ്മളെ ഈ ഒരു എക്സാം വളരെയധികം നല്ല രീതിയിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള എക്സാം ആണ്. കുറേ അധികം കുട്ടികൾ ഈ പറയുന്ന വെൽഡർ എന്ന് പറയുന്ന എക്സാമിന് വേണ്ടി കാത്തിരിക്കുന്ന കുട്ടികളുണ്ട്. അപ്പൊ എല്ലാവരും ഈ പറയുന്ന രീതിയിൽ നമ്മളുടെ ഈ ഒരു എക്സാം വളരെയധികം നന്നായിട്ട് പഠിച്ച് എക്സാം ക്രാക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും നല്ല രീതിയിൽ പഠിച്ച് ഉയർന്ന റാങ്കുകൾ ലഭിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. അപ്പൊ നമുക്ക് ഇന്നത്തെ ഒരു വെബിനാർ ക്ലോസ് ചെയ്യാം, അല്ലെങ്കിൽ വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, താങ്ക് യു ഓൾ.